നമസ്കാരം. മൈക്കൽ ഹോളറുടെ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം 12 മണിയായി. അത് കണ്ടതും ജസ്റ്റിസ് ഫുൾബ്രൈറ്റ് മൈക്കൽ ഹാളറോടും പ്രോസിക്യൂട്ടർ ടോഡ് മിന്റനോടായി പറഞ്ഞു, ഓക്കെ, നമുക്ക് കൃത്യം 1 മണിക്ക് തന്നെ വിചാരണ ആരംഭിക്കും. ഇപ്പോ ലഞ്ച് ടൈമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫുൾബ്രൈറ്റ് സീറ്റ് നീട്ട് അവരുടെ ക്യാബിനിലേക്ക് നടന്നു. ജസ്റ്റിസ് ഫുൾബ്രൈറ്റിന് ഒരു ദുശ്ശീലമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കണം. അതിനുവേണ്ടിയാണ് ഏകദേശം 12 മണിയായപ്പോഴേ കോർട്ട് അവർ ഭാഗ്യമായി നിർത്തിയെന്ന് അത് കണ്ടപ്പോഴേ മൈക്കിന് മനസ്സിലായി. മൈക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കോടതിയിൽ നിന്ന് മൈക്ക് പുറത്തേക്ക് വരുമ്പോൾ മൈക്കിനെ കാത്ത് ലൂയിസിന്റെ അമ്മ വിൻസറും പിന്നെ സി ഡോബ്സും നിൽപ്പുണ്ട്. അവർ 3 പേരും സന്തോഷത്തിലാണ്. മൈക്ക്, എന്തായാലും പ്രസന്റേഷൻ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലൂയിസ് മൈക്കിനോട് പറഞ്ഞു, മൈക്ക്, നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാലോ? ലൂയിസ്, അത് വേണ്ട, എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വാ. അങ്ങനെ ലൂയിസിനോട് സംസാരിക്കുമ്പോഴും മൈക്കിന്റെ കണ്ണുകൾ യഥാർത്ഥത്തിൽ ആ കോണ്ടോറിലൊക്കെയാണ്. ഗ്ലൻസ്റ്റൈനിൽ നിന്നുള്ള ഡിറ്റക്റ്റീവ് സെബലും ലാൻഡ്ഫോർഡും അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നാണ് മൈക്ക് യഥാർത്ഥത്തിൽ നോക്കുന്നത്. മൈക്കിന്റെ കണ്ണുകൾ ആ കോണ്ടോറിൽ അവരൊന്ന് പരുതിയെങ്കിലും അവരെ യഥാർത്ഥത്തിൽ കിട്ടിയില്ല. മൈക്ക് അവരെ കാണാതെ വന്നതും അടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് നടന്നു. റെസ്റ്റോറന്റിലേക്ക് നടക്കുമ്പോൾ മൈക്ക് യഥാർത്ഥത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വിചാരണയെ കുറിച്ചാണ് ആലോചിക്കുന്നത്. മൈക്കിന് ഇപ്പൊ ഏകദേശം ഒരു ധാരണയുണ്ട്, ടോഡ് മിന്റൺ എങ്ങനെയായിരിക്കും ആ വിചാരണ മുന്നോട്ട് കൊണ്ടുപോകാം. മിക്കവാറും ടോഡ് മിന്റൺ ഉച്ചയ്ക്ക് ശേഷം അപ്രധാന സാക്ഷികളായിരിക്കും അവതരിപ്പിക്കുക. നാളെ ആയിരിക്കും അയാളുടെ പ്രധാന സാക്ഷികൾ രംഗത്ത് വരാൻ സാധ്യതയുള്ളത്. അയാളുടെ പ്രധാന സാക്ഷികൾ പ്രധാനമായും 2 പേരാണ്. ഒന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥനായ മാർട്ടിൻ ബൂക്കർ. 2, റെജീന ക്യാമ്പോ. അവർക്ക് പുറമെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി വരാൻ സാധ്യതയുള്ളത് ലൂയിസിനൊപ്പം അന്ന് കോടതിയിൽ ഉണ്ടായിരുന്ന കോർലിസ് എന്ന റിമാൻഡ് പ്രതിയാണ്. പക്ഷെ ആ റിമാൻഡ് പ്രതിയെക്കുറിച്ച് ഒരു സൂചനയും ഇതുവരെയും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഡിഫൻസിന് കിട്ടാത്തത് കൊണ്ട് തന്നെ കോർലിസിനെ കോടതിയിലേക്ക് വിളിക്കുമോ എന്നുള്ള കാര്യത്തിൽ മൈക്കിന് ഒരു സംശയവുമുണ്ട്. ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്ക് തന്നെ വിചാരണ ആരംഭിച്ചു. മൈക്ക് ആദ്യം സാക്ഷിക്കൂട്ടിലേക്ക് വിളിച്ചത് 911 ടെലിഫോൺ ഓപ്പറേറ്ററെയാണ്. റെജീന ക്യാമ്പോ അവളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴെ ഇറങ്ങി ഫോൺ വിളിച്ചപ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്ത ഓപ്പറേറ്ററെയാണ് ടോഡ് മിന്റൺ കോടതിയിൽ സാക്ഷിയെ എത്തിച്ചിരിക്കുന്നത്. ആ ടെലിഫോൺ ഓപ്പറേറ്ററുടെ സാക്ഷി വിസ്താരം ആരംഭിച്ചതും പ്രോസിക്യൂട്ടർ ടോഡ് മിന്റൺ അന്നേ ദിവസം റെജീന ക്യാമ്പോ ആ കോൾ സെന്ററിലേക്ക് വിളിച്ചപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദം പ്ലേ ചെയ്യണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. കോടതി അത് അനുവദിച്ചു. ഇപ്പോ ആ ശബ്ദം പ്ലേ ചെയ്യുകയാണ്. റെജീന ക്യാമ്പയുടെ കരയുന്ന ശബ്ദമാണ് ആ കോടതി മുറിയിൽ അപ്പോ കുറേശ്ശെ കേൾക്കുന്നത്. അവർ പറയുന്നത് പക്ഷേ വ്യക്തമല്ല. അത് മനസ്സിലാക്കിയ ടോഡ് മിന്റൺ ജഡ്ജി ഫുൾബ്രൈറ്റിനോട് പറഞ്ഞു, യുവർ ഓണർ, എനിക്ക് ആ ശബ്ദത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം ജൂറി അംഗങ്ങളെ അറിയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ആ ശബ്ദം പ്രിന്റ് ആക്കി എടുത്തിട്ടുണ്ട്, ഞാനത് കൊടുത്തോട്ടെ. ടോഡ് മിന്റൺ ആ ആവശ്യം ഉന്നയിച്ചതും ഡിഫൻസ് ലോയർ മൈക്ക് ഒബ്ജക്ഷനുമായി എണീറ്റു. മൈക്കിന്റെ ഒബ്ജക്ഷൻ ഓവർ റൂൾ ചെയ്തുകൊണ്ട് ഫുൾബ്രൈറ്റ് ആ ഡോക്യുമെന്റ്സ് ജൂറി അംഗങ്ങൾക്ക് കൊടുക്കാൻ അനുവദിച്ചു. എല്ലാ ജൂറി അംഗങ്ങളുടെ കയ്യിലേക്കും ആ പ്രിന്റഡ് ഡോക്യുമെന്റ് എത്തി. അവർ ആ പ്രിന്റഡ് ഡോക്യുമെന്റിൽ നോക്കിയിരിക്കുമ്പോഴാണ് റെജീന ക്യാമ്പോയുടെ ശബ്ദം ഒരിക്കൽ കൂടി പ്ലേ ചെയ്യുന്നത്. ഇപ്പോ റെജീന ക്യാമ്പോ എന്താണ് പറയുന്നതെന്ന് വളരെ വ്യക്തമായി ആ ജൂറി മെമ്പേഴ്സിന് മനസ്സിലാകുന്നുണ്ടെന്ന് അവരുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. അത് കണ്ടപ്പോ ടോഡ് മിന്റന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. വിസ്താരം കഴിഞ്ഞതും ജഡ്ജ് ഫുൾബ്രൈറ്റ് മൈക്കിനോട് ചോദിച്ചു, മിസ്റ്റർ ഹോളർ, ക്രോസ് ചെയ്യുന്നുണ്ടോ? യുവർ ഓണർ, ഇല്ല. ആ ടെലിഫോൺ ഓപ്പറേറ്ററെ ക്രോസ് ചെയ്തതുകൊണ്ട് ഡിഫൻസിന് ഒരു ഗുണവും വരാനില്ലെന്ന് മൈക്കിന് നന്നായിട്ട് അറിയാം. ആ ടെലിഫോൺ ഓപ്പറേറ്റർക്ക് ശേഷം ടോഡ് മിന്റൺ വിളിച്ചത് 2 പട്രോൾ പോലീസുകാരെയാണ്. ആദ്യം സാക്ഷിക്കൂട്ടിലേക്ക് കയറിയത് ഒരു ലേഡിയാണ്. ആ ലേഡിയോട് മിന്റൺ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരും അവരുടെ പാർട്ട്ണറും ഹൈവേയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് അവർക്ക് റെജീന ക്യാമ്പയുടെ വീട്ടിലേക്ക് ചെല്ലാനുള്ള നിർദ്ദേശം കിട്ടുന്നത്. അവർ 2 പേരും റെജീന ക്യാമ്പയുടെ വീട്ടിലെത്തുമ്പോൾ താഴത്തെ നിലയിൽ റെജീന ക്യാമ്പോ ഉണ്ട്. അത്രയും കാര്യം അവർ പറഞ്ഞതും ടോഡ് മിന്റൺ ആ ലേഡിയോട് ചോദിച്ചു, നിങ്ങള് മിസ് റെജീനെ കാണുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവരുടെ അവസ്ഥ ശരിക്കും പരിതാപകരമായിരുന്നു. അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അവരാരെ പേടിക്കുന്നുണ്ടെന്ന് അവരുടെ മുഖം വിളിച്ചു പറയുകയായിരുന്നു. അവരെന്നോട് പറഞ്ഞത് എന്റെ തോക്ക് ഞാൻ കയ്യിലെടുത്ത് പിടിക്കണമെന്നാണ്. അവരെ ആക്രമിച്ച ആള് അവിടെ തന്നെ ഉണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോ എന്റെ കൂടെയുള്ള പാർട്ട്ണർ ആ പ്രതി ഉണ്ടെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോയി. ഞാൻ റെജീനയുമായി താഴത്ത് നിന്ന് തന്നെ ഇരിക്കുകയായിരുന്നു. ടോഡ് മിന്റൺ കാര്യങ്ങൾ ചോദിക്കുന്ന അനുസരിച്ച് അവർ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ആ പട്രോൾ പോലീസുകാരിയെ വിസ്തരിച്ച് കാര്യങ്ങൾ കോടതി മുമ്പാകെ ഏതാണ്ട് ധരിപ്പിച്ചു കഴിഞ്ഞതും മൈക്കൽ ഹോളർ ക്രോസ് വിസ്താരത്തിനായി എണീറ്റു. മൈക്കൽ ഹോളർ ആ പോലീസുകാരോട് ചോദിച്ചു, ഓക്കെ, നിങ്ങൾ ഈ റെജീന ക്യാമ്പോ കാണുമ്പോൾ അവർ എങ്ങനെയായിരുന്നു? അവർ ശരിക്കും ബുദ്ധിമുട്ടിലായിരുന്നു? അതെനിക്ക് മനസ്സിലായി. അവരുടെ പരിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓർമ്മയുണ്ട്. അവരുടെ
വലത് കണ്ണിലും വലത് കവിളിലും അവരുടെ വലത് ചുണ്ടും മൂക്കുമായി ചേർന്ന ഭാഗത്തും ശരിക്കും ഒരു ക്ഷതമേറ്റിട്ടുണ്ട്. ഓക്കെ, ആ ക്ഷതം കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് എന്തോ ഒബ്ജക്റ്റ് വെച്ച് ആരോ ഇടിച്ചപ്പോ ആ ക്ഷതം ഉണ്ടായതാണെന്നാണ്. ഓക്കെ, നിങ്ങൾ ആ കാര്യം ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു. അപ്പൊ റജീന എന്ത് പറഞ്ഞു? അപ്പൊ റജീന പറഞ്ഞത് അവൾ ആരോ ഇടിച്ചു എന്നാണ്. അങ്ങനെ ഇടിച്ചു എന്ന് പറഞ്ഞ ആളുടെ പേര് അവൾ പറഞ്ഞു. ഇല്ല, ആളെ അറിയില്ലെന്ന് എന്നോട് പറഞ്ഞു. ഉറപ്പാണോ? ഉറപ്പാണ്, എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. റജീന ക്യാമ്പയുടെ കോള് കിട്ടി ആദ്യം അവിടേക്ക് എത്തിയ ആ പോലീസുകാരിയോട് തനിക്ക് പ്രതിയെ അറിയില്ല എന്ന് റജീന ക്യാമ്പോ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യം ഒരിക്കൽ കൂടി മൈക്കൽ ഹോളർ ഉറപ്പിച്ചതാണ്. ആ പോലീസുകാരിക്ക് ശേഷം ടോഡ് മിന്റൺ വിസ്താരക്കൂട്ടിലേക്ക് വിളിപ്പിച്ചത് അവരുടെ സുഹൃത്തു കൂടിയായ അവരുടെ പാർട്ട്ണറെയാണ്. ആ പാർട്ട്ണർ ഒന്നിച്ചാണ് അവർ അന്ന് റജീനയുടെ വീട്ടിലേക്ക് വന്നത്. പാർട്ട്ണറെ വിസ്തരിച്ചു തുടങ്ങി. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ എന്റെ പാർട്ട്ണറെ റജീനയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് മുകളിലേക്ക് പോവുകയായിരുന്നു. നിങ്ങൾ മുകളിൽ ചെല്ലുമ്പോൾ എന്താ കണ്ടത്? ഞാൻ മുകളിൽ ചെല്ലുമ്പോൾ ഈ പ്രതി അവിടെ ഉണ്ട്. പ്രതിയെ രണ്ടുപേർ ചെന്ന് ബലമായി പിടിച്ചിരിക്കുകയാണ്. പ്രതിയെ എങ്ങനെയാ പിടിച്ചിരുന്നത്? പ്രതിയുടെ നെഞ്ചിലും കാലിൽ പിടിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ പ്രതിയെ എണീപ്പിച്ച് കൈകൾ പുറകിൽ ബന്ധിപ്പിച്ചു. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്ത്? ആ പ്രതിയെ പിടിച്ചിരുന്നതിൽ ഒരാള് ഒരു മടക്കിയ കത്തി എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോ ഞാൻ എന്റെ കയ്യിലെ പ്ലാസ്റ്റിക് കവർ എടുത്ത് ഞാൻ ആ കത്തി ആ പ്ലാസ്റ്റിക് കവറിലേക്ക് വാങ്ങിയിടുകയായിരുന്നു. പിന്നെ വേറെന്താ നിങ്ങൾ ചെയ്ത്? ഞാൻ ഇത്രയും ചെയ്തപ്പോഴേക്കും ഡിറ്റക്റ്റീവ് മാർട്ടിൻ ബുക്കർ എത്തിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പ്ലാസ്റ്റിക് കവറിനെയും അതുപോലെ പ്രതിയെ ഏൽപ്പിക്കുകയായിരുന്നു. ടോഡ് മിന്റൺ രണ്ടാമത്തെ സാക്ഷിയെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിച്ചു കഴിഞ്ഞതും മൈക്കൽ ഹോളർ ആ രണ്ടാമത്തെ പോലീസുകാരനെ ക്രോസ് വിസ്താരം ചെയ്തു തുടങ്ങി. ഓക്കെ സേവിയർ, നിങ്ങൾ മുകളിലെത്തിയപ്പോ നിങ്ങൾ കണ്ട പ്രതിയുടെ കയ്യിൽ രക്തം പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും കണ്ടില്ല. പിന്നെ ആ ആള് പ്രതിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത്? അല്ല, ആ ആളെ അവിടെ രണ്ടുപേർ പിടിച്ചു വെച്ചിരുന്നതുകൊണ്ട് ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ആ ആളാണ് കുറ്റം ചെയ്തതെന്ന് പറയാൻ കാരണം? അതാണോ? അവിടെ നിന്ന് ഒരു തുണിയും ഒരു കത്തിയും കിട്ടിയിരുന്നു. ആ തുണിയും ആ കത്തിയും ആ പ്രതിയുമായി കണക്റ്റഡ് ആണെന്ന് അയാളെ പിടിച്ചു വെച്ചിരുന്ന ആളുകൾ പറഞ്ഞതുകൊണ്ട് ആ സാധനങ്ങൾ ഞാനൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി ഡിറ്റക്റ്റീവ് മാർട്ടിൻ ബുക്കറെ ഏൽപ്പിക്കുകയായിരുന്നു. ഓക്കെ, ഇനി നിങ്ങളോട് കാതലായ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ റജീന ക്യാമ്പോ കണ്ടിരുന്നല്ലോ? കണ്ടായിരുന്നു. റജീന ക്യാമ്പോയുടെ മുഖത്ത് കണ്ട പരിക്ക് എങ്ങനെയാണ് ഉണ്ടായിരിക്കാൻ സാധ്യത? അത് ഒന്നുകിൽ ഏതെങ്കിലും സാധനം കൊണ്ട് ഇടിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും കൈകൊണ്ട് ഇടിക്കണം. നിങ്ങൾ കണ്ട പരിക്കുകളൊക്കെ റജീനയുടെ വലതു ഭാഗത്തല്ലേ? അതെ, വലതു ഭാഗത്ത്. നിങ്ങളൊരു പോലീസുകാരനാണ്, നിങ്ങൾക്കറിയാം വലതു ഭാഗത്ത് ആ പരിക്കുണ്ടാകണമെങ്കിൽ ഏത് കൈ കൊണ്ട് ഇടിക്കണം? സർ, അതിലെന്താ സംശയം? ഇടത് കൈ കൊണ്ട് ഇടിക്കണം. ഇടത് കൈ കൊണ്ട് ഇടിച്ചാൽ മാത്രമേ അവിടെ അങ്ങനെ പരിക്ക് വരത്തുള്ളൂ. ഓക്കെ, ഇടത് കൈ കൊണ്ടല്ല ഇടിക്കുന്നെങ്കിൽ പിന്നെന്താ മാർഗം? പിന്നെ മാർഗമുള്ളത് സ്വന്തമായിട്ട് വലത് കൈ കൊണ്ട് ഇടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് റജീന ചിലപ്പോ സ്വന്തമായി വലത് കൈ കൊണ്ട് അവരുടെ മുഖത്ത് ഇടിച്ചാലും ആ പരിക്ക് വരുമെന്നാണല്ലേ? മൈക്കൽ ഹോളർ ആ ചോദ്യം ചോദിച്ചതും ടോഡ് മിന്റൺ ചാടി എണീറ്റു. യുവർ ഓണർ, ഡിഫൻസ് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുകയാണ്. എന്റെ സാക്ഷിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ചോദ്യം ചോദിക്കുന്നത്. മിന്റൺ അങ്ങനെ പറഞ്ഞതും ജഡ്ജി ഫുൾബ്രൈറ്റ് മൈക്കൽ ഹോളറോട് പറഞ്ഞു, മിസ്റ്റർ ഹോളർ, നിങ്ങൾ സാക്ഷിയെ നിങ്ങളുടെ ഊഹത്തിനനുസരിച്ച് നയിക്കാൻ ശ്രമിക്കരുത്. അവർക്ക് അറിയാവുന്ന കാര്യമേ അവരെ കൊണ്ട് പറയിക്കാവൂ. അവരെ കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പറയിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ അത് അനുവദിക്കാനാവില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഫുൾബ്രൈറ്റ് ആ ഒബ്ജക്ഷൻ സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ ചെയ്താൽ പിന്നീട് ആ ഒബ്ജക്റ്റ് ചെയ്യപ്പെട്ട ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്ത ചോദ്യം അനുവദനീയമല്ല. ഒബ്ജക്ഷൻ ഓവർ റൂൾ ചെയ്തിരുന്നുവെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ മൈക്കിന് പറ്റുമായിരുന്നു. ആ ഒബ്ജക്ഷൻ നിലനിൽക്കുമെന്ന് പറഞ്ഞതോടുകൂടി മൈക്ക് ആ വിസ്താരം അവസാനിപ്പിച്ചു. ഇപ്പോ ഒരു അപ്പർ ഹാൻഡ് യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ ഉണ്ടെന്ന് ജൂറികളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. മൈക്ക് ലൂയിസ് റൂലിയുടെ അടുത്തേക്ക് വന്നിരുന്നപ്പോ ലൂയിസ് മൈക്കിനോട് പറഞ്ഞു, മൈക്ക്, കാര്യങ്ങൾ ഭംഗിയായിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു അല്ലെ? മൈക്ക് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ടോഡ് മിന്റൺ മൂന്നാമത്തെ സാക്ഷി രംഗത്ത് അവതരിപ്പിച്ചു. അത് ഒരു പാരാമെഡിക്കാണ്. റജീന ക്യാമ്പോ ആക്രമിക്കപ്പെട്ട ആ രാത്രിയിൽ പോലീസ് നിർദ്ദേശാനുസരണം അവിടെ എത്തിയ ആരോഗ്യ പ്രവർത്തകനാണ് കക്ഷി. അയാൾ വഴി ടോഡ് മിന്റൺ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് റജീന ക്യാമ്പോയുടെ ആ മുറിവുകൾ വളരെ വലുതാണെന്നാണ്. ടോഡ് മിന്റന്റെ അവതരണം കഴിഞ്ഞതും മൈക്കൽ ഹോളർ ആ ആരോഗ്യ പ്രവർത്തകനെ ക്രോസ് ചെയ്തു. നേരത്തെ ആ പോലീസുകാരോട് ചോദിച്ച അതേ ചോദ്യം തന്നെ മൈക്കൽ ഹോളർ ആ പാരാമെഡിക്കലോട് ചോദിച്ചു. റജീന ക്യാമ്പോയുടെ ആ മുഖത്ത് കണ്ട പരിക്കുകൾ എങ്ങനെ ഉണ്ടായി കാണും എന്നാണ് നിങ്ങൾ കരുതുന്നത്? മൈക്കിന്റെ ആ ചോദ്യം കേട്ടതും മിന്റൺ ചാടി എണീറ്റു. മിന്റൺ ഉറക്കെ ജൂറിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ജൂറി, ഇവിടെ ഡിഫൻസ് ചോദിക്കുന്നത് തികച്ചും അനാവശ്യമായ ചോദ്യമാണ്. പക്ഷെ മിന്റന്റെ ആ ഒബ്ജക്ഷൻ ഈ സമയത്ത് ഫുൾബ്രൈറ്റ് ഓവർ റൂൾ ചെയ്യായിരുന്നു. സ്വാഭാവികമായിട്ടും മൈക്കിന് അതിൽ പിടിച്ച് അടുത്ത ചോദ്യം ചോദിക്കാൻ പറ്റി. മൈക്ക് ആരോഗ്യ പ്രവർത്തകനോട് ചോദിച്ചു, ആ മുറിവുകൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെ ഉണ്ടായതാണ്? അത് ഒന്നുകിൽ എന്തെങ്കിലും മുനയില്ലാത്ത സാധനം വെച്ച് ഇടിച്ചപ്പോ ഉണ്ടായതാകും, അല്ലെങ്കിൽ കൈകൊണ്ട് പഞ്ച് ചെയ്തതാകും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, സംശയമൊന്നുമില്ല. ഏത് കൈ ആയിരിക്കാം ഉപയോഗിച്ചിരിക്കുക? സർ, എനിക്ക് തോന്നുന്നത്
ലെഫ്റ്റ് ഹാൻഡോട് പഞ്ച് ചെയ്താകുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് ചെയ്തപ്പോ റെജിന ക്യാമ്പയുടെ മുഖത്ത് അങ്ങനെ മുറിവുകൾ ഉണ്ടായി എന്ന് ഉറപ്പിക്കലാണ് മൈക്കിന്റെ ലക്ഷ്യം. മൈക്ക് അക്കാര്യത്തിൽ ഏതാണ്ട് വിജയിച്ചു. റെജിന ക്യാമ്പയും ലൂയിസും മദ്യവെച്ചുകൊണ്ടിരുന്ന ആ ബാറിൽ റെജിന ക്യാമ്പയ്ക്കൊപ്പം മദ്യവെച്ചുകൊണ്ടിരുന്ന ആ ഇടം കൈനെയാണ് അടുത്തായി ടോഡ് മിന്റൺ രംഗത്ത് അവതരിപ്പിച്ചത്. അയാളുടെ പേര് ചാൾസ് ചാൽബൂട്ട് എന്നാണ്. ഹലോ മിസ്റ്റർ ചാൾസ്, അന്ന് നിങ്ങൾ എങ്ങനെയാ റെജിനെ പരിചയപ്പെട്ടത്? മിന്റൺ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് സാക്ഷി വിസ്താരം തുടങ്ങിയത്. ഞാൻ യാത്ര വിശ്വസിച്ചാൽ പരിചയപ്പെട്ടതാണ്. രാത്രിയിൽ എന്നോടൊപ്പം കഴിയാൻ പറ്റുന്ന ഏതെങ്കിലും സ്ത്രീകളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ ബാറിലേക്ക് വന്നതാണ്. അവിടെ വെച്ച റെജിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ എന്തായാലും പരിചയപ്പെട്ടതിന് ശേഷം റെജിനയ്ക്കൊപ്പം റെജിനയുടെ വീട്ടിലേക്ക് പോയി. ഞാൻ മടങ്ങുമ്പോൾ റെജിനയ്ക്ക് $400 കൊടുത്തത്. റെജിനയ്ക്ക് അയാൾ $400 കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മൈക്കൽ ഹോളർ ആ ജൂറി അംഗങ്ങളിൽ ബൈബിളും വെച്ചുകൊണ്ടിരിക്കുന്ന ആളെ നോക്കി. അയാളുടെ മുഖത്ത് ശരിക്കും ഒരു ദേഷ്യം വരുന്നത് ആ നിമിഷം നമുക്ക് കാണാം. ജൂറിയുടെ മുന്നിൽ എത്തിയിരിക്കുന്ന കേസിലെ വാദി പണത്തിന് വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന ഒരാളാണെന്ന് ഇതാ പ്രോസിക്യൂഷന്റെ സാക്ഷി തന്നെ ഉറപ്പിച്ചു പറയുകയാണ്. ചാൾസ് അക്കാര്യം പറഞ്ഞതും ടോഡ് മിന്റൺ ചിരിച്ചുകൊണ്ട് ചാൾസിനോട് ചോദിച്ചു, മിസ്റ്റർ ചാൾസ്, നിങ്ങൾ എപ്പോഴാണ് റെജിനയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്? അപ്പോൾ ഏകദേശം 10:05 മിനിറ്റ് ആയി കാണും. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരുന്നു റെജിനയുടെ മൈൻഡ് സെറ്റ്? അത് പ്രത്യേകം പറഞ്ഞോ? അവർ ശരിക്കും ഹാപ്പി ആയിരുന്നു. ചാൾസ് അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് കോടതിയിലെ മുഴുവൻ ആളുകളും അറിയാതെ ചിരിച്ചു പോവുകയാണ്. $400 കൊടുത്ത് റെജിനയ്ക്കൊപ്പം കഴിഞ്ഞ ആ ചാൾസ് ആ സംഭവങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി സ്വാഭാവികമായും കോടതിയെ ചിരിപ്പിച്ചതാണ്. അത് കണ്ടപ്പോ ചാൾസിന് ഒരു ആവേശമായി. ചാൾസിനോട് പെട്ടെന്ന് മിന്റൺ ചോദിച്ചു, ഏയ് ചാൾസ്, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? സർ, ഞാൻ പറഞ്ഞല്ലോ, അവൾ ശരിക്കും സന്തോഷത്തിലായിരുന്നു. ഞാൻ അതല്ല ചോദിച്ചത്, അവളുടെ മുഖത്ത് എന്തെങ്കിലും പരിക്കുണ്ടായിരുന്നു? ഒരു പരിക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ അത് നോക്കിയിട്ടല്ലേ ഇറങ്ങിയത്. അങ്ങനെ ടോഡ് മിന്റനോട് ചാൾസ് തീർത്തു പറഞ്ഞതും അയാൾ അയാളുടെ വിസ്താരം അവസാനിപ്പിച്ചു. മൈക്ക് ക്രോസ് വിസ്താരം തുടങ്ങി. മിസ്റ്റർ ചാൾസ്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവരുടെ മുഖത്ത് പരിക്കില്ലായിരുന്നു. സത്യത്തിൽ അതൊരു കള്ളമല്ലേ? അല്ല, അത് സത്യമാണ്. ചാൾസ്, നീ നിന്റെ ഇടത് കൈകൊണ്ട് റെജിന പറഞ്ഞ അനുസരിച്ച് അവളുടെ വലത് കവിളിലേക്കും കണ്ണിലേക്കും ഇടിച്ചതല്ലേ? അങ്ങനെയൊന്നുമല്ല മിസ്റ്റർ ചാൾസ്, നിങ്ങൾ കള്ളം പറയുന്നല്ലേ? ഒരിക്കലും ഞാൻ കള്ളം പറയത്തില്ല. ഞാൻ സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. മിസ്റ്റർ ചാൾസ്, നിങ്ങൾ ഒരിക്കലും സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടില്ലേ? ഇല്ല, ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ 2 കൊല്ലം മുമ്പ് നിങ്ങളുടെ പേരിൽ ഒരു സ്ത്രീയെ നിങ്ങൾ ഉപദ്രവിച്ചതിന് കേസുണ്ടല്ലോ. അല്ല, അത് പിന്നെ എന്നോട് മോശമായി പെരുമാറിയാൽ ഞാൻ ചിലപ്പോൾ ഇടിച്ചു. അതെ, അന്ന് നിങ്ങൾ ഇടിച്ചത് ഇടത് കൈ കൊണ്ടായിരുന്നു. അത് ഇടത് കൈ കൊണ്ടാണ് ഇടിച്ചത്. അന്ന് പിടിച്ചത് ഇതേപോലെ വലത് കണ്ണിലും വലത് കവിളിലും അതുപോലെ വലത് ചുണ്ടിലും ഒക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഈ ഭാഗത്തിന് ഇടിക്കാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ടല്ലേ? ചാൾസിനെ ശരിക്കും കുരുക്കുന്ന ശൈലിയിൽ ഒരു ചോദ്യം മൈക്ക് ചോദിച്ചതും മിന്റൺ ചാടി എണീറ്റു. മിന്റൺ കോടതിയോട് പറഞ്ഞു, യുവർ ഓണർ, ഇവിടെ ഡിഫൻസ് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് സാക്ഷിയെ കുഴയ്ക്കാൻ ശ്രമിക്കുകയാണ്. സാക്ഷിയുടെ ഒരു ഹിസ്റ്ററിയെ വെറുതെ ഈ കേസിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഫുൾ ബ്രൈറ്റിനോട് മിന്റൺ അങ്ങനെ പറഞ്ഞതും ഫുൾ ബ്രൈറ്റ് ഒരു നിമിഷം നിശബ്ദയായിരുന്നിട്ട് മൈക്കിനോട് ചോദിച്ചു, മിസ്റ്റർ ഹോളർ, ഈ സംഭവവുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മിന്റൺ ഉന്നയിച്ച ഒബ്ജക്ഷൻ ഓവർ റൂൾ ചെയ്യാനോ സസ്റ്റെയിൻ ചെയ്യാനോ ശ്രമിക്കാതെ ആ ഒബ്ജക്ഷനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഫുൾ ബ്രൈറ്റ് മൈക്കിനോട് ആ ചോദ്യം ചോദിക്കുകയായിരുന്നു. മൈക്കിന് വീണ്ടും ചാൾസുമായി കണക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം വരുത്താൻ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ഷൻ ഓവർ റൂൾ ചെയ്യപ്പെടും, ഇല്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യപ്പെടും. അതാണ് ഫുൾ ബ്രൈറ്റിന്റെ ലൈൻ. അത് മനസ്സിലാക്കിയ മൈക്ക് ചാൾസിനോട് ചോദിച്ചു, മിസ്റ്റർ ചാൾസ്, നിങ്ങൾ ശരിക്കും ഈ കള്ളം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണോ അതോ റെജിനയ്ക്ക് വേണ്ടിയാണോ? പെട്ടെന്ന് മിന്റൺ വീണ്ടും ചാടി എണീറ്റു. ഒബ്ജക്ഷൻ, ഇത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ഡിഫൻസ് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് സാക്ഷിയെ കുഴപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. ഒരു എസ് ഓർ നോ ഉത്തരത്തിലേക്ക് ചാൾസിനെ എത്തിക്കാനുള്ള ഒരു ചോദ്യമാണ് മൈക്ക് ചോദിച്ചത്. റെജിനയ്ക്ക് വേണ്ടിയാണോ അയാൾ അങ്ങനെ ചെയ്തത് അതോ സ്വയം തോന്നിയിട്ട് ചെയ്തതാണോ എന്നുള്ള ചോദ്യം. ആ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അയാൾ യെസ് എന്നോ നോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഒരു പിടിവള്ളി വരും. മിന്റന്റെ ആ ഒബ്ജക്ഷൻ നിലനിൽക്കുമെന്ന് ജസ്റ്റിസ് ഫുൾ ബ്രൈറ്റ് പറഞ്ഞതും മൈക്കൽ ഹോളർ അയാളുടെ വിസ്താരം അവസാനിപ്പിച്ചു. അയാൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇല്ലെങ്കിൽ പുതിയ ചോദ്യങ്ങൾ ചോദിക്കണം. ചാൾസിനോട് പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് മൈക്ക് അന്നത്തെ വിചാരണ അവസാനിപ്പിച്ചത്. അന്നത്തെ വിചാരണ കഴിഞ്ഞതും ടോഡ് മിന്റന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. അവൻ വിചാരണയിൽ ഒരു അപ്പർ ഹാൻഡ് നേടിയിരിക്കുന്നു എന്ന് ഒരു തോന്നൽ അവന്റെ മുഖത്ത് തന്നെ ഉണ്ട്. ഈ സമയത്ത് മൈക്കൽ ഹോളർ ആ ഓഡിയൻസിന്റെ ഇടയിലേക്ക് നോക്കിയപ്പോ അവിടെ ആ 2 ഡിറ്റക്റ്റീവ്സും ഇല്ല. ആ ഓഡിയൻസിന്റെ ഭാഗത്ത് നോക്കിയിട്ട് മൈക്ക് അയാളുടെ സൂട്ട്കേസുമായി കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാളെ പുറത്തിറങ്ങുമ്പോൾ അയാളെക്കകത്ത് ഡോബ്സും
വിൻസറും അതുപോലെ ലൂയിസും ഉണ്ട്. മേരി വിൻസർക്ക് കോടതിക്കുള്ളിൽ കടക്കാൻ അവസരമുണ്ടായിരുന്നത് തുടക്കത്തിലെ ആദ്യത്തെ ഡിഫൻസ് സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ്. ഇനി അവർക്ക് കോടതിക്കുള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. കാരണം അവർ ഡിഫൻസിന്റെ സാക്ഷിയാണ്. ഡിഫൻസിന്റെ സാക്ഷി അകത്ത് കിടക്കുന്ന വിചാരണ കേട്ടാൽ അതിനനുസരിച്ച് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് സാക്ഷിയെ മേരി വിൻസർക്ക് ഉച്ചയ്ക്ക് ശേഷം കോടതിക്കുള്ളിലേക്ക് കടക്കാനേ പറ്റിയിട്ടില്ല. കോടതിക്ക് പുറത്ത് അക്ഷമയായി അവർ കാത്തു നിൽക്കുമ്പോഴാണ് ലൂയിസും അതുപോലെ മൈക്കും പുറത്തു വരുന്നത്. അവർ മൈക്കിനോട് അന്നത്തെ വിചാരണയുടെ ഏകദേശ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചതും മൈക്ക് മേരിയോട് പറഞ്ഞു, മിസ് മേരി വിൻസർ, ഇന്നത്തെ സാക്ഷികളൊക്കെയും പ്രോസിക്യൂഷന്റെ സാക്ഷികളാണ്. ശരിക്കും ഇന്നത്തെ സാക്ഷികളുടെ ഒരു സാക്ഷിമൊഴിയിലും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നാളെ അവർ കൊണ്ടുവരാൻ പോകുന്നത് ഒറിജിനൽ സാക്ഷികളെയാണ്. അവരെയാണ് നമുക്ക് പൊളിച്ചടക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാണ് നമ്മുടെ സാക്ഷികൾ വരിക. ഉറപ്പായും നാളെ നമുക്കൊരു ഗെയിം കളിക്കാനുണ്ടാവും. അങ്ങനെ മൈക്ക് പറഞ്ഞപ്പോ ലൂയിസിനും ഡോബ്സനും അതുപോലെ മേരിക്കും ശരിക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. അവർ മൈക്കിനോട് യാത്ര പറഞ്ഞിട്ട് ലിഫ്റ്റിലേക്ക് കയറി. അവര് ആ ലിഫ്റ്റിലേക്ക് കയറിയപ്പോ മൈക്ക് ആ ലിഫ്റ്റിലേക്ക് നോക്കിയിട്ട് കോറിഡോറിന്റെ ഭാഗത്തേക്ക് നടന്നു. ശരിക്കും മൈക്ക് നോക്കുന്നത് ആ ഡിറ്റക്റ്റീവ്സ് ലാങ്ഫോർഡിനെയും സെബലിനെയാണ്. അവർ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് മൈക്ക് നോക്കുന്നത്. ഗ്ലൻസ്റ്റൈൽ നിന്ന് അവരിവിടെ വെറുതെ എത്തില്ല എന്നൊരു തോന്നൽ മൈക്കിന് അവരെ കോടതി കണ്ട നിമിഷം മുതലുണ്ട്. മൈക്ക് ആ കോറിഡോറിലൊന്നും അവരെ കാണാതെ വന്നതും ലിഫ്റ്റ് നേരെ നടന്നു. മൈക്ക് ലിഫ്റ്റ് അടുത്തെത്തുമ്പോൾ ലിഫ്റ്റ് മുകളിലേക്ക് വരികയാണ്. മൈക്ക് ആ ലിഫ്റ്റിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ലിഫ്റ്റ് തുറന്ന് സാക്ഷാൽ ലാൻഫോർഡും സെബലും പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് അവരെ കണ്ടപ്പോ മൈക്ക് ഒന്ന് അമ്പരന്ന്, മിസ്റ്റർ മൈക്കൽ ഹോളർ പ്ലീസ് ഇതൊന്നും നോക്കി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലാൻഫോർഡ് ഒരു പേപ്പർ മൈക്കൽ ഹോളറുടെ കയ്യിലേക്ക് കൊടുത്തു. അതൊരു സെർച്ച് വാറണ്ടാണ്. റോൾ ലെവിൻ എന്ന മുൻ ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡിറ്റക്റ്റീവ് കൊല്ലപ്പെട്ടിരിക്കുന്നത് .22 കാലിബറിലെ ഒരു തോക്കിൽ നിന്നുള്ള വെടിയുണ്ടയേറ്റാണ്. തോക്ക് കണ്ടെത്താനായി മൈക്കൽ ഹോളറുടെ വസതിയും അയാളുടെ കാറും അയാളുടെ ഓഫീസും സെർച്ച് ചെയ്യാനുള്ള സെർച്ച് വാറണ്ടാണ് ലാൻഫോർഡ് മൈക്കിന്റെ കയ്യിലേക്ക് കൊടുത്തത്. മൈക്ക് പെട്ടെന്ന് ആ വാറണ്ട് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ആ വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഗ്ലൻസ്റ്റൈനിലെ ഏതോ ഒരു കോടതിയിലെ ജഡ്ജിയാണ്. വാന്യൂയാസ് മേഖലയിലെ ജഡ്ജിമാർ ആരെങ്കിലുമാണ് ആ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മൈക്ക് അറിഞ്ഞനെ. ഇത് ശരിക്കും മൈക്കിന് ഒരു പരിചയമില്ലാത്ത ഒരു മേഖലയിലുള്ള ജഡ്ജിയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. മൈക്ക് ഒരിക്കൽ കൂടി ആ വാറണ്ടിലെ സീലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി. ഒരു കോടതിയുടെ ജഡ്ജി തന്നെയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ മൈക്കൽ ഹോളർ, നിങ്ങൾ എന്നോട് സഹകരിക്കണം. നിങ്ങളുടെ കാർ എവിടെ കിടക്കുന്നു? ആ ചോദ്യം ലാൻഫോർഡ് ചോദിച്ചതും മൈക്ക് അവരോട് പറഞ്ഞു, ഞാൻ ഒരു വിചാരണയ്ക്കിടയിലാണ്. എന്റെ കക്ഷി എന്നെ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കുകയായിരുന്നു. അത്രയും പറഞ്ഞിട്ട് ഒന്ന് നിർത്തിയിട്ട് മൈക്ക് അവരോട് പറഞ്ഞു, കാറ് വീട്ടിലാണ്. മൈക്ക് വളരെ ആലോചിച്ചാണ് ആ മറുപടി പറഞ്ഞത്. മൈക്കിന്റെ കയ്യിൽ യഥാർത്ഥത്തിൽ 4 ലിങ്കൻ കാറുകളുണ്ട്. ലിങ്കൻ കാറുകളുടെ ഒരു ലേലത്തിൽ അത് 4ഉം ഒന്നിച്ച് മൈക്ക് പിടിച്ചതാണ്. മൈക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിങ്കൻ കാർ ഇപ്പോൾ മൈക്കിന് വീട്ടിൽ കിടക്കുകയാണ്. മൈക്ക് കഴിഞ്ഞ ദിവസമാണ് ഹോളിവുഡിന് സമീപത്തുള്ള അയാളുടെ ഗാരേജിൽ നിന്ന് 2ാമത്തെ ലിങ്കൻ കാർ കയ്യിലെടുത്തത്. മൈക്ക് ആ 4 കാറുകളും വാങ്ങുമ്പോൾ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നു. ഓരോ കാറും 50,000 കിലോമീറ്റർ ഓടുന്നവരെ മാത്രം ഓടിക്കുക, അതിനുശേഷം അതിനെ മറിച്ചു വെക്കുക. മൈക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറ് 50,000 കിലോമീറ്റർ പൂർത്തീകരിച്ചത് മനസ്സിലായതും മൈക്ക് ആ കാറ് മൈക്കിന്റെ വീട്ടിലെ ഗാരേജിൽ ഇട്ടിട്ട് പുതിയ കാറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആ പുതിയ കാറ് യഥാർത്ഥത്തിൽ കോടതിയുടെ വശത്ത് ഒതുക്കിയിട്ടിരിക്കുകയാണ്. പക്ഷെ ആ കാറിലേക്ക് ഡിറ്റക്റ്റീവ്സിനെ മൈക്കിന് കൊണ്ടുപോകാൻ പറ്റില്ല. മൈക്കിന്റെ തോക്ക് കളഞ്ഞുപോയി എന്ന് മനസ്സിലായ നിമിഷത്തിൽ മൈക്കിന്റെ ഡ്രൈവർ കൂടിയായ ഏളിനോട് പറഞ്ഞ് ഒരു തോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഏളിന്റെ തോക്കാണ്. ഏളിന്റെ ആ തോക്ക് മൈക്കിന്റെ ആ കാറിനകത്തുണ്ട്. ഇപ്പോൾ ആ തോക്കുമായി മൈക്കിനെ അവർ പിടികൂടുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു വിഷയമാകാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയാണ് മൈക്ക് കാറ് അവിടെ ഇല്ലെന്ന് പറഞ്ഞത്. മൈക്ക് അങ്ങനെ പറഞ്ഞതും ലാൻഫോർഡ് മൈക്കിനോട് പറഞ്ഞു, ഏയ് അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ കാറുണ്ടല്ലോ, നമുക്ക് അതിൽ പോവാം. അല്പസമയം കഴിഞ്ഞതും മൈക്കും സെബലും ലാൻഫോർഡും അവിടെ കാറിലേക്ക് കയറി. ലാൻഫോർഡാണ് ഡ്രൈവ് ചെയ്യുന്നത്. ലാൻഫോർഡിന്റെ ഇടതുവശത്ത് സെബൽ ഇരിപ്പുണ്ട്. പുറകിലത്തെ സീറ്റാണ് മൈക്കുള്ളത്. കാറ് മൂവി തുടങ്ങിയപ്പോൾ മൈക്ക് ലാൻഫോർഡിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ആ സെർച്ച് വാറണ്ട് ഒന്നുകൂടി ഒന്ന് കാണണം. ശരിക്കും ആ സെർച്ച് വാറണ്ട് യഥാർത്ഥ കക്ഷിയാണോ ഇറക്കിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ മൈക്ക് പറഞ്ഞതും ലാൻഫോർഡും സെബലും ഒന്ന് മുഖത്തോട് പോകുന്ന നോക്കി. പുറകിലിരിക്കുന്നത് മൈക്കൽ ഹോളറാണ്. അയാള് ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ് ആണ്. അയാൾക്ക് എതിരെയുള്ള ചാർജ് വളരെ വിശദമായിട്ട് തന്നെ ആ സെർച്ച് വാറണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കും. ഒരു ജഡ്ജിയുടെ അടുത്ത് പോലീസ് സെർച്ച് വാറണ്ടിന് സമീപിക്കുമ്പോൾ വളരെ വിശദമായിട്ട് തന്നെ സെർച്ച് ചെയ്യാനുള്ള കാരണം അവർ സൂചിപ്പിക്കണം.
ആ കാരണം അതുപോലെ ആ ചാർജ് ഷീറ്റിനകത്ത് ഉണ്ടാവുന്ന അർത്ഥം. അതുകൊണ്ട് തന്നെ മൈക്കൽ ഹോളറുടെ കയ്യിലേക്ക് ആ ചാർജ് ഷീറ്റ് കൊടുക്കാൻ ഒരു മടി ലാൻഡ്ഫോർഡിനുണ്ട്. അത് മനസ്സിലാക്കി മൈക്കൽ ലാൻഡ്ഫോർഡിനോട് പറഞ്ഞു, നോക്ക്, ആ ചാർജ് ഷീറ്റ് എനിക്ക് നൽകിയില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഒരു പരിശോധന നടത്താൻ പറ്റില്ല. ഞാനത് ഉറപ്പിച്ചു പറയാം. ക്രിമിനൽ അഡ്വക്കേറ്റായ മൈക്കൽ ഹോളറുടെ നാട്ടിലാണ് അയാൾക്കെതിരെ അന്വേഷണം നടത്തേണ്ടത്. സ്വാഭാവികമായിട്ടും ഒരു തിണ്ണമെടുക്ക് മൈക്കൽ ഹോളറിന് ഉണ്ടാവും. അത് മനസ്സിലാക്കിയ ലാൻഡ്ഫോർഡ് സെബലിനെ ഒന്ന് നോക്കിയതും സെബൽ ആ ഫയൽ മൈക്കലിനെ കൊടുത്തു. മൈക്കൽ ഹോളർ ആ ഫയല് തുറന്ന് പതുക്കെ വായിച്ചു തുടങ്ങി. ശരിക്കും രണ്ട് മിടുക്കരാണ് ഈ ഡിറ്റക്റ്റീവ്സ് ലാൻഡ്ഫോർഡും സെബലും എന്ന് ആ കേസിൽ ചാർജ് ഷീറ്റ് അവർ എഴുതിയിരിക്കുന്ന വായിച്ചപ്പോഴേ മൈക്കലിന് തോന്നി. മൈക്കൽ ഹോളർ ഒരുപാട് ക്രിമിനൽ കേസുകൾ വാദിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ചാർജ് ഷീറ്റുകൾ ഇഷ്ടംപോലെ മൈക്കൽ കാണുന്നതാണ്. വളരെ ഭംഗിയായി മൈക്കൽ ഹോളറിനെതിരെ ആ കേസ് ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. കൊല്ലപ്പെട്ട റോൾ ലെവിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ഗണ്ണിന്റെ കേസ് ഒരു .22 കാലിബറിലെ കേസാണ്. ആ കേസ് ഒരു വുഡ്മാൻ തോക്കിലെ കേസാണെന്നും അവർക്ക് മനസ്സിലായി. കോൾട്ട് കമ്പനിക്കാരാണ് ആ വുഡ്സ്മാൻ തോക്കുകൾ നിർമ്മിക്കുന്നത്. അത്തരത്തിലൊരു തോക്ക് മൈക്കൽ ഹോളറുടെ കയ്യിൽ ഉണ്ടോ എന്ന് ഒരു പരിശോധന ഡിറ്റക്റ്റീവ് സെബലും അതുപോലെ ലാൻഡ്ഫോർഡും ചേർന്ന് നടത്തിയിരുന്നു. തോക്കുകൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ അവർ തിരക്കിയപ്പോൾ അവർക്ക് ലഭിച്ച വിവരം അതുപോലെ ആ ചാർജ് ഷീറ്റിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. മൈക്കൽ ഹോളറുടെ കയ്യിൽ .22 കാലിബറിലെ ഒരു വുഡ്സ്മാൻ തോക്കുണ്ട്. ആ ശൈലിയിലുള്ള ഒരു തോക്കിൽ നിന്നാണ് റോൾസ് ലെവിനെ കൊന്ന വെടിയുണ്ട ഉതിർക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോൾസ് ലെവിനെ കൊന്ന തോക്ക് കണ്ടുപിടിക്കാനായി മൈക്കലിന്റെ വീട് പരിശോധിക്കണമെന്ന് അവർ ജഡ്ജിയോട് ആവശ്യപ്പെട്ടപ്പോൾ ജഡ്ജി അത് സമ്മതിച്ചിരിക്കുകയാണ്. വളരെ ഭംഗിയായി ഒരു കേസ് മൈക്കൽ ഹോളർക്കെതിരെ ഇതാ ചുമത്തിയിരിക്കുകയാണ്. മൈക്കൽ ഹോളറുടെ വീടും ഓഫീസും അതുപോലെ കാറും പരിശോധിക്കാനായി അവർക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. റോൾ ലെവിൻ അനവധി കേസുകളിൽ മൈക്കൽ ഹോളറെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. മൈക്കൽ ഹോളർ അതിനൊക്കെ റോൾ ലെവിന് പണവും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ പണം പെൻഡിങ്ങിലാണ്. ആ പെൻഡിങ് പണത്തിൻ്റെ പേരിൽ റോൾ ലെവിനുമായി മൈക്കൽ ഹോളർ ഒന്ന് ഉരസിയിരുന്നു. ആ ഉരസലിൻ്റെ എൻഡിൽ മൈക്കൽ ഹോളർ ലെവിനെ കൊല്ലുകയായിരുന്നു. വളരെ വിശദമായിട്ട് തന്നെ ചാർജ് ഷീറ്റിൽ ആ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നതും മൈക്കൽ ഹോളർ ലാൻഡ്ഫോർഡിനോട് ചോദിച്ചു, നിങ്ങൾ ഈ ഡിറ്റക്റ്റീവ്സിന് ബുദ്ധി തീരെ ഇല്ല എന്ന് തോന്നുന്നു. എന്താ മിസ്റ്റർ മൈക്കൽ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാനും ലെവിനും തമ്മിൽ കേസ് സംബന്ധമായ പണമിടപാട് ഉണ്ടായിരുന്നുവെന്നും ആ പണം ഇടപാടിന്റെ പേരിൽ ഞാൻ ലെവിനെ കൊന്നു എന്നൊക്കെയാണല്ലോ നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ ശുദ്ധ മണ്ടത്തരമൊക്കെ ചാർജ് ഷീറ്റിൽ എഴുതി പിടിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു ചമ്മലുമില്ലേ? മിസ്റ്റർ മൈക്കൽ ഹോളർ, നിങ്ങൾ ലെവിന് പണം കൊടുത്തിട്ടുള്ളതിന്റെ തെളിവുണ്ട്. അതെ, പണം കൊടുത്ത തെളിവുണ്ടെങ്കിൽ പിന്നെന്തിനാ ഞാൻ ലെവിനെ കൊല്ലണം? മിസ്റ്റർ മൈക്കൽ, നിങ്ങൾ കൊടുത്ത പണത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾ ഒരുപാട് പണം കൊടുക്കാനുണ്ട്. ആ പണം ലെവിൻ നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ കൊടുത്തില്ല. മിസ്റ്റർ ലാൻഡ്ഫോർഡ്, സത്യമായിട്ടും നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ഈ ലെവിൻ എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ വൗച്ചറും എൻ്റെ കയ്യിലുണ്ട്. ഏതെങ്കിലും വൗച്ചറിന് ഞാൻ പണം കൊടുക്കാനുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് പോരെ എൻ്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? പിന്നെ ഇപ്പോൾ ലെവിന് ഞാൻ കൊടുത്തിരിക്കുന്ന പണവും ലെവിൻ എനിക്ക് നൽകിയിരിക്കുന്ന വൗച്ചറും തമ്മിൽ കമ്പയർ ചെയ്താൽ അഡ്വാൻസ് പണം ലെവിൻ്റെ കയ്യിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് മനസ്സിലാവില്ലേ? മൈക്കൽ ഹോളർ അത്രയും പറഞ്ഞപ്പോൾ സെബൽ മൈക്കലിനോട് പറഞ്ഞു, മൈക്കൽ, ആ ഫയലിൻ്റെ അവസാനം ഒരു കവറുണ്ട്. ആ കവറൊന്ന് എടുത്ത് നോക്കി. സെബൽ പറഞ്ഞനുസരിച്ച് മൈക്കൽ ആ ഫയലിനകത്തുള്ള കവറ് പുറത്തെടുത്തു. ആ കവറിനകത്തുള്ളത് കുറേയേറെ ഫോട്ടോകളാണ്. മൈക്കൽ ആ ഫോട്ടോകൾ ഒന്നൊന്നായി പുറത്തെടുക്കുമ്പോൾ ആ ഫോട്ടോകളിലെല്ലാം ഏതാണ്ട് മൈക്കലുണ്ട്. മൈക്കലിന് ടെഡി ഓഗൽ എന്ന ആ ഗുണ്ട തലവൻ $10,000 കാറിൻ്റെ ഡോറിന് മുകളിലൂടെ കൊടുക്കുന്ന രംഗം ഒരു ഫോട്ടോ ആയിട്ടുണ്ട്. ടെഡി ഓഗൽ അറിയപ്പെടുന്ന ഒരു ക്രിമിനലാണ്, ഒരു ഗുണ്ട തലവനാണ്. അയാൾ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളാണ്. ശരിക്കും അയാളുടെ കീഴിൽ ഒരു ഗ്യാങ് തന്നെയുണ്ട്. ആർക്ക് വേണമെങ്കിലും അവരെ ബോഡി ഗാർഡുകളായിട്ട് വിളിക്കാം. ഏതെങ്കിലും അടി ഉണ്ടാക്കുന്ന മേഖലയിലേക്ക് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. ഏത് ശൈലിയിലുള്ള ആക്ടിവിറ്റീസിനും അവർ റെഡിയാണ്. അങ്ങനെ ഒരു ഗ്യാങ് ആണ് ടെഡി ഓഗലിൻ്റെത്. ടെഡി ഓഗലിൻ്റെ ഗ്യാങ്ങിലൊരു കക്ഷിയെ മയക്കുമരുന്ന് കേസുമായി പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ
അയാളെ കോടതിയിൽ നിന്ന് രക്ഷിക്കാനായി $10,000 മൈക്ക് ചോദിച്ചപ്പോൾ ഓഗൽ കൊടുത്തപ്പോൾ ആരോ ആ ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ആ ലിങ്കൻ കാർ ഉൾപ്പെടെ ആ ഫോട്ടോയിലുണ്ട്. മറ്റ് ഫോട്ടോകളിലും ഏതാണ്ട് സമാന ശൈലിയിലുള്ള വിഷ്വലുകളാണ് ഉള്ളത്. മൈക്ക് ബന്ധപ്പെടുന്നതൊക്കെയും ക്രിമിനലുകളുമായി ബന്ധപ്പെട്ടാണ്. മൈക്ക് ഒരു ഡിഫൻസ് അറ്റോർണിയാണ്. പ്രതികളാണ് മൈക്കിനെ തേടി വരുന്നത്. തേടി വന്ന ആളുകളുടെ കൂട്ടത്തിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അതുപോലെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ആളുകളുണ്ട്. ആ ഫോട്ടോകളെല്ലാം ആ ശൈലിയിലുള്ളതാണ്. അതിനു പുറമെ ഒരു ഫോട്ടോ മൈക്ക് സാക്ഷൽ റോൾ ലെവിൻ്റെ വീടിനടുത്ത് കാർ പാർക്ക് ചെയ്തിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നതാണ്. കോൾ ലെവിനുമായി മൈക്ക് ഒരു ബാറിന് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതും ഫോട്ടോയുടെ കൂട്ടത്തിലുണ്ട്. മൈക്ക് പോയ സ്ഥലങ്ങളിലൊക്കെ ആ ഫോട്ടോഗ്രാഫർ കൂടെ പോയിരിക്കുകയാണ്. മൈക്ക് ആരോടൊക്കെ സംസാരിച്ചു എന്ന് ആ ഫോട്ടോ വിളിച്ചു പറയും. എല്ലാ ആളുകളും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. അതിനു പുറമെ ഉള്ള ഏക ആള് കൊല്ലപ്പെട്ട ലെവിനാണ്. ഈ ക്രിമിനലുകളുമായി ബന്ധമുള്ള മൈക്ക് ലെവിനെ കൊല്ലുകയായിരുന്നുവെന്ന് ഏകദേശം ഒരു ധാരണ ലാൻഫോർഡിനും സെബലിനും ഉണ്ടെന്ന് ആ ഫോട്ടോകൾ വിളിച്ചു പറയുകയാണ്. ആ ഫോട്ടോകളിലേക്ക് മൈക്ക് അങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടതും സെബല് മൈക്കിനോട് പറഞ്ഞു, മിസ്റ്റർ ഹോളർ, ഈ ഫോട്ടോഗ്രാഫ്സ് എവിടെ നിന്നാ ഞങ്ങൾക്ക് ലഭിച്ചതെന്ന് അറിയാവൂ? ഈ ഫോട്ടോഗ്രാഫ്സ് ഒക്കെയും ലെവിൻ്റെ ആ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. ലെവിൻ്റെ വീട്ടിൽ നിന്നു? അതെ, ലെവിൻ കൊല്ലപ്പെട്ട് കിടന്ന ആ മുറിയിൽ ഷെൽഫിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഫോട്ടോ കിട്ടുന്നത്. ആ ഫോട്ടോകളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന മൈക്കൽ ഹോളർക്ക് സെബൽ പറഞ്ഞ ആ മറുപടി ഒരു കാര്യം കൂടി ഉറപ്പാക്കുകയാണ്. ശരിക്കും മൈക്കൽ ഹോളറെ പെടുത്താൻ ഉദ്ദേശിച്ച വ്യക്തി ആ ഫോട്ടോ ബോധപൂർവം ലെവിൻ്റെ ആ ഓഫീസ് മുറിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് കണ്ടെടുക്കാൻ പര്യാപ്തമായ ശൈലിയിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. ശരിക്കും ഒരു തിരച്ചിൽ നടത്തി ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ആ ഫോട്ടോ കണ്ടെത്തിയെന്ന് അവർക്ക് തോന്നും. യഥാർത്ഥത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ സ്ഥലത്ത് അത് വെച്ചതാണെന്ന് വ്യക്തമാണ്. മൈക്കൽ ഹോളർക്ക് കഥ ഏതാണ്ട് മനസ്സിലായി. ആ കാര്യം മനസ്സിലായതും മൈക്കൽ ആ ഫോട്ടോ ആ ഫയലിലേക്ക് വെച്ചിട്ട് ആ ഫയൽ ഉൾപ്പെടെ സെബിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഈ ചവറും വെച്ചിട്ടാണോ നിങ്ങൾ എന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്? നടന്നത് തന്നെ. മിസ്റ്റർ ഹോളർ, ഈ തെളിവുകളെല്ലാം നിങ്ങൾക്ക് എതിരാണോ? ഏയ്, അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ? ഞാൻ നിങ്ങളെ പോലുള്ള അനവധി ഡിറ്റക്റ്റീവ്സിനെ ദിവസവും കോടതി കാണുന്നതല്ലേ? ഇതിനേക്കാൾ വലിയ തെളിവുകളുമായിട്ടാണ് അവർ കോടതി വരാറുള്ളത്. ഇതൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴേക്കും മൈക്കലിന്റെ വീട്ടിൽ ആ കാർ എത്തി. കാറ് ഒതുക്കുന്ന സമയത്ത് ലാൻഫോർഡ് മൈക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മൈക്ക്, ഞാൻ നിങ്ങളുടെ കാർ പരിശോധിക്കുമ്പോൾ സെബൽ നിങ്ങളുടെ വീട് പരിശോധിക്കും. അത് കേട്ടതും മൈക്കിൽ പറഞ്ഞു, ഏയ്, അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ എവിടെ പരിശോധന നടത്തുമ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും. എൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ പരിശോധിക്കേണ്ട. അഥവാ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാനേജറെ വിളിച്ചു വരുത്താം, അല്ലെങ്കിൽ മറ്റ് സാക്ഷികളെ വിളിച്ചു വരുത്താം. അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ മതി. മൈക്കൽ ഹോളർ എന്ന ക്രിമിനൽ അഡ്വക്കേറ്റിന് എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. മൈക്കൽ അങ്ങനെ നിർബന്ധം പിടിച്ചോടുകൂടി ലാൻഫോർഡും സെബലും അവസാനം വഴങ്ങി. മൈക്കലിനെ കൊണ്ട് അവർ മൈക്കലിന്റെ കാറ് കിടക്കുന്ന ഭാഗത്ത് വന്നു. ആ കാറ് വിശദമായി അവർ പരിശോധിച്ചു. ആ കാറിനകത്ത് തോക്ക് കിട്ടാതെ വന്നതും അവർ മൈക്കലിന്റെ വീടിനകത്തേക്ക് കയറി. വീടും ഏതാണ്ട് അരിച്ചു പറക്കുകയാണ്. സകല സ്ഥലവും അവർ അരിച്ചു പറക്കുമ്പോഴാണ് ലാൻഫോർഡിന് ഒരു ഫോൺ കോൾ വരുന്നത്. ലാൻഫോർഡ് ഫോണിൽ സംസാരിക്കാനായി വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സെബലും മൈക്കും മാത്രമാണ് വീട്ടിലുള്ളത്. മൈക്ക് സെബലിനോട് ചോദിച്ചു, മിസ് സെബൽ, ലെവിൻ എൻ്റെ കൂട്ടുകാരനാണ്. അവൻ്റെ കൊല നടത്തിയ ആളെ കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് ചില സൂചനകളൊക്കെ നൽകിയതാണ്. പക്ഷെ നിങ്ങൾ എന്താ അതിനെ ഫോളോ ചെയ്യാത്തത്? മിസ് ഹോളർ, ഞങ്ങൾ ഡിറ്റക്റ്റീവ്സാണ്. ഞങ്ങൾക്കറിയാം എവിടെ ഫോളോ ചെയ്യണം, എവിടെ ഫോളോ ചെയ്യേണ്ടെന്ന്. മിസ് സെബൽ, നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച ആളെക്കുറിച്ച് കൂടി നിങ്ങളും തിരക്കണം. ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് അരാൻഡ മോയിസിനെ കുറിച്ച്. അയാളൊരു കൊളംബിയൻ ഡ്രഗ് ലോഡാണ്. അയാൾക്കെതിരെയുള്ള തെളിവുകൾ എനിക്ക് കണ്ടെത്തി നൽകിയത് മിസ്റ്റർ ലെവിനാണ്. നിങ്ങൾ എന്തേ അത് ആലോചിക്കാതെ? സെബൽ മൈക്കൽ ഹോളർ പറയുന്ന കാര്യം ശ്രദ്ധിക്കുമ്പോൾ സെബലിന്റെ കണ്ണുകൾ ആ ഓഫീസ് മുറിയിലെ മേശപ്പുറത്തിരുന്ന ഹേലയുടെ ഫോട്ടോയിലേക്ക് തിരിഞ്ഞു. 8 വയസ്സുള്ള ഒരു കൊച്ചു സുന്ദരി പെൺകുട്ടിയാണ് ആ ഫോട്ടോയിലുള്ളത്. ആ ഫോട്ടോയിലേക്ക് നോക്കിയേ
സെബൽ മൈക്കിളിനോട് ചോദിച്ചു, ഇത് ആരാണ്? ഇതെൻ്റെ മകളാണ് ഹെയ്ലി. അവരെവിടെ? അവള് എൻ്റെ ഭാര്യയ്ക്കൊപ്പം അവളുടെ വീട്ടിലാണ്. മൈക്കിൾ അങ്ങനെ പറഞ്ഞപ്പോൾ സെബൽ മൈക്കിളിനോട് പറഞ്ഞു, നല്ല മെഡിക്കൽ കുട്ടിയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പുറത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ലാൻഡ്ഫോർഡ് അകത്തേക്ക് വന്നു. ലാൻഡ്ഫോർഡ് മൈക്കിളിനോട് പറഞ്ഞു, മൈക്കിൾ നമുക്ക് വീണ്ടും നോക്കാം. മൈക്കിളിന്റെ സാന്നിധ്യത്തിൽ ലാൻഡ്ഫോർഡും സെബലും കൂടി വീണ്ടും പരിശോധന ആരംഭിച്ചു. ബെഡ്റൂം പരിശോധിച്ചു, ഓഫീസ് റൂം പരിശോധിച്ചു, എല്ലാം പരിശോധിക്കുകയാണ്. ബെഡ്റൂമിന്റെ ഭാഗത്തെ ബാത്റൂമിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോർ റൂമാണ് ഇനി പരിശോധനയ്ക്ക് ബാലൻസ് ഉള്ളത്. സ്റ്റോർ റൂമിലേക്ക് കടന്ന ലാൻഡ്ഫോർഡ് സ്റ്റോർ റൂമിന്റെ വാതിലിൽ നിന്നിട്ട് സെബലിനെ വിളിച്ചു. സെബൽ അവസാനം അത് കിട്ടി. അങ്ങനെ പറഞ്ഞിട്ട് ലാൻഡ്ഫോർഡ് ആ സ്റ്റോറിൽ നിന്ന് പുറത്തു വരുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു ഉടൻ പെട്ടിയുണ്ട്. തടി കൊണ്ടുള്ള ആ പെട്ടി ആ വുഡ്മാൻ തോക്ക് വെച്ചിരുന്ന അതേ പെട്ടിയാണ്. ശരിക്കും അയാൾ ആ പെട്ടി പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ മൈക്കിളിന്റെ ഉള്ളൊന്ന് കാളി. ശരിക്കും ആ പെട്ടിക്ക് ഭാരമുണ്ടെന്ന് ആ പെട്ടി അയാൾ പിടിച്ചിരിക്കുന്ന കാണുമ്പോഴേ അറിയാം. ആ പെട്ടിക്ക് ഭാരമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പെട്ടിക്കകത്ത് തോക്കുണ്ടെന്നാണ്. ഇനി ലൂയിസ് റൂലെ ലെവിനെ കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് തിരിച്ച് ആ പെട്ടിയിൽ കൊണ്ടുവച്ചു. ശരിക്കും ആ ഒരു ചോദ്യം മൈക്കിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ മൈക്ക് അറിയാതൊന്ന് വിറച്ചു പോവുകയാണ്. മൈക്കിന്റെ മുഖത്ത് ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നത് സെബലിനെ കാണാം. സെബലിനെയും മൈക്കിനെ ഒന്ന് നോക്കിയിട്ട് ലാൻഡ്ഫോർഡ് ആ പെട്ടി ബെഡിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പെട്ടി പൊതിഞ്ഞിരുന്ന കവറങ്ങ് ഊരി. ഒരു കവർ കൂടി ആ പെട്ടിക്കുണ്ട്. ആ കവർ ഊരി വെച്ചതിന് ശേഷം അയാൾ ആ പെട്ടിയുടെ മുകൾ ഭാഗം തുറന്നു. എന്നിട്ട് ശരിക്കും ഡ്രമാറ്റിക്കായി അയാൾ ആ പെട്ടി ഒന്ന് തിരിക്കുകയാണ്. ശരിക്കും ഭാരമുള്ള ആ പെട്ടി ഇങ്ങനെ തിരിച്ചു പിടിക്കുമ്പോൾ മൈക്കിന്റെ ഹൃദയം നിലയ്ക്കുന്ന ഒരു നിശബ്ദത ശരിക്കും അവിടെ ഉണ്ടായി. മൈക്ക് അമ്പരപ്പോടുകൂടി ആ പെട്ടിയിലേക്ക് അങ്ങ് നോക്കുമ്പോൾ ആ പെട്ടി വായുവിൽ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടിക്കകത്തുനിന്ന് ഒന്നും താഴോട്ട് വീണില്ല. അത് കണ്ടതും ലാൻഡ്ഫോർഡ് ആ പെട്ടി ഒന്ന് കുലുക്കി. അതിനകത്തുനിന്ന് ഒന്നും വീഴുന്നില്ല എന്ന് കണ്ടതും ലാൻഡ്ഫോർഡ് ഒന്നുകൂടി പെട്ടിക്കകത്തേക്ക് നോക്കി. അകം ശൂന്യമാണെന്ന് കണ്ടതും ശരിക്കും ഒരു പുഞ്ചിരി ഹോളറുടെ മുഖത്തുണ്ടാവുകയാണ്. മൈക്കൽ ഹോളർ ലാൻഡ്ഫോർഡിനോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ ലാൻഡ്ഫോർഡ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ആ തോക്ക് ഇവിടെ ഇല്ലാന്ന്. മിസ്റ്റർ ഹോളർ, ആ തോക്ക് എവിടെ പോയി? ഞാൻ പറഞ്ഞല്ലോ അത് മോഷണം പോയെന്ന്. മോഷണം പോയിട്ട് നിങ്ങൾ എന്തേ കേസ് കൊടുക്കാത്ത? അത് ആരെടുത്തു എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കാത്തത്. ഈ തോക്കെടുത്ത വ്യക്തി നിങ്ങൾക്ക് പരിചയമുണ്ടെന്നോ? അത് എനിക്ക് പരിചയമുണ്ട്. ആരാ അത്? അതെൻ്റെ ഒരു കക്ഷിയാണ്. ആ കക്ഷിക്ക് പേരില്ലേ? പേരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കക്ഷി എന്നുള്ള ബന്ധം നിങ്ങളെ അറിയിക്കാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അയാളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മിസ്റ്റർ ഹോളർ, നിങ്ങൾ ഈ ഒളിച്ചു വെക്കുന്നത് അത്ര നല്ല രീതിയൊന്നുമല്ല. എനിക്കറിയാം നിങ്ങളിപ്പോൾ സജീവമായി ഇടപെടുന്നത് ലൂയിസ് റൂലിയുടെ കേസിലാണ്. ഞാൻ ചോദിക്കട്ടെ, ലൂയിസ് റൂലിയാണോ നിങ്ങളുടെ തോക്കെടുത്തുകൊണ്ട് പോയത്? ഏയ്, ഞാൻ എൻ്റെ കക്ഷിയുടെ പേര് നിങ്ങളോട് പറയില്ല. മിസ്റ്റർ മൈക്ക്, അതിൻ്റെ അർത്ഥം റൂലിയാണ് തോക്കെടുത്തതെന്ന് 100% ഉറപ്പിക്കാന്നല്ലേ? ലാൻഡ്ഫോർഡ് അങ്ങനെ പറഞ്ഞതും മൈക്ക് കൂടെ മറുപടി പറഞ്ഞു, എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ വാക്കിനകത്ത് എല്ലാം ഉണ്ട്. ലൂയിസ് റൂലെ എന്ന മൈക്കൽ ഹോളറുടെ കക്ഷിയാണ് ആ തോക്കെടുത്തതെന്ന് മൈക്കൽ ഹോളർ തന്നെ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും മൈക്കിൾ ഇതാ ഒരു തെളിവ് അയാൾ പോലും അറിയാതെ ലാൻഡ്ഫോർഡിനും സെബലിനും കൊടുത്തിരിക്കുകയാണ്. അത് മൈക്കിളിന് മനസ്സിലായി. മൈക്കിൾ ചിരിച്ചുകൊണ്ട് ലാൻഡ്ഫോർഡിനോട് പറഞ്ഞു, മിസ്റ്റർ ലാൻഡ്ഫോർഡ്, നിങ്ങൾക്ക് എനിക്കെതിരെ ഒരു തെളിവും ഇതുവരെയും കിട്ടിയിട്ടില്ല. തോക്ക് നിങ്ങൾ കണ്ടുപിടിക്കാത്തോളം കാലം നിങ്ങൾക്ക് എനിക്കെതിരെ തെളിവുണ്ടാക്കാനും പറ്റില്ല. മിസ്റ്റർ ഹോളർ, നിങ്ങൾക്ക് ഞങ്ങൾ പോലീസുകാരെ കുറിച്ച് ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഈ പെട്ടി മതി, നിങ്ങളാണ് ലെവിനെ കൊന്നെന്ന് തെളിയിക്കാൻ. അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാളെ പെട്ടി ആ കവറിലേക്കിട്ട് അതങ്ങ് കയ്യിലെടുത്തു. ശരിക്കും മൈക്കൽ ഹോളറെ തെല്ലൊന്നുമല്ല ലാൻഡ്ഫോർഡിന്റെ ആ വാചകം അമ്പരപ്പിച്ചത്. ലാൻഡ്ഫോർഡ് ആ പെട്ടിയുമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽക്കലെത്തിയ സെബൽ മൈക്കലിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ എല്ലാം ഉണ്ട്. മൈക്കൽ ഹോളർ എന്ന ആ ക്രിമിനൽ വക്കീൽ ഇതാ പെട്ടിരിക്കുന്നുവെന്ന് സെബലിന്റെ ആ നോട്ടം പറയാതെ പറയുകയാണ്. ഇപ്പോ മൈക്കലിന്റെ വീട്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന ആ കവർ ഏത് തോക്കിന്റെ കവറാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. ആ കവറിൽ തന്നെ കാര്യങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആ തോക്ക് 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ആള് ഉതിർത്ത വെടിയുണ്ടകളുടെ
കവറ് ഇപ്പോഴും പോലീസിന്റെ ആർക്കൈവ്സിലുണ്ട്. ആ കവറും ലെവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ വെടിയുണ്ടയുടെ കവറും ഒന്നാണെന്ന് മാച്ച് ചെയ്താൽ പിന്നെ മൈക്കൽ ഹോളർ എപ്പോൾ അകത്തായെന്ന് ചോദിച്ചാൽ മതി. ആ കാര്യത്തിൽ സെബലിന് വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെബൽ മൈക്കലിനെ അങ്ങനെ ഒന്ന് നോക്കിയത്. സെബൽ തന്നെ നോക്കുന്ന കണ്ടതും മൈക്കൽ ഹോളർ സെബലിനോട് പറഞ്ഞു, മിസ് സെബൽ, നിങ്ങൾ കുറെ കൂടി കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഞങ്ങളുടെ വാദം തുടർന്നും കാണുന്നത് നല്ലതായിരിക്കുമെന്നാണ്. അങ്ങനെ മൈക്കൽ ഹോളർ പറയുമ്പോഴേക്കും ചിരിച്ചുകൊണ്ട് സെബൽ ആ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ലാൻഡ്ഫോർഡും സെബലും പോയി കഴിഞ്ഞപ്പോൾ മൈക്കൽ ഹോളർ അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൈക്കൽ ഹോളറുടെ മുഖത്ത് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്താണെന്ന് നമ്മൾ അറിയുന്നത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ്. മൈക്കൽ ഹോളർ അയാളുടെ ആ ലിങ്കൻ കാറുമായി പറന്നെത്തിയത് സാക്ഷാൽ ഫെർണാണ്ടോ വലൻസുലയുടെ വീട്ടിലാണ്. വലൻസുലയുടെ വീടിനടുത്തായി കാർ നിർത്തിയ മൈക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങി വലൻസുലയുടെ വീടിന് നേരെ നടന്നു. ആ വീട്ടിൽ ഒരു ഗാരേജ് ഉണ്ട്. ഗാരേജിന്റെ വാതിൽ തുറന്നിരിക്കുന്ന കണ്ട മൈക്ക് ആ വാതിൽ വഴി ഗാരേജിനുള്ളിലേക്ക് കടന്നു. വലൻസുല വീട്ടിലുള്ളപ്പോൾ സാധാരണ ആ ഗാരേജിൽ ചെന്നിരിക്കാറുണ്ട്. അയാൾ ഗാരേജിൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്ന് കരുതി തന്നെയാണ് മൈക്ക് അകത്തേക്ക് കടന്നത്. മൈക്ക് ആ ഗാരേജിനകത്ത് കിടക്കുമ്പോൾ മൈക്ക് കാണുന്നത് ഒരു വലിയ പ്ലാസ്മ ടിവിയുടെ പാക്കേജിന് മുന്നിൽ നിൽക്കുന്ന സാക്ഷാൽ ഫെർണാണ്ടോ വാലൻസുലയാണ്. അത് കണ്ടതും മൈക്ക് ഉറക്കെ വാലൻസുലയോട് ചോദിച്ചു, ഏയ് ഫെർണാണ്ടോ, നിനക്ക് പ്രതിഫലം കിട്ടിയല്ലേ? ശബ്ദം കേട്ട് ഫെർണാണ്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കാണുന്ന മൈക്കിനെയാണ്. ഹേയ് മൈക്ക്, നീ ഇതെപ്പോഴാ വന്നേ? ഏയ് ഫെർണാണ്ടോ, നീ ഈ കാണിച്ച് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? മൈക്ക്, നീ എന്താ ഈ പറയുന്നത്? ഞാൻ എന്താ പറയുന്നതെന്ന്? നീ എന്താ ചെയ്തത്? മൈക്ക്, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാം. ഏയ് ഫെർണാണ്ടോ, നീ ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത്. അതിന്റെ ഫലം എനിക്ക് മനസ്സിലായി. ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ കിട്ടിയല്ലേ? ഏയ് മൈക്ക്, നീ കാര്യം പറയാം. വാലൻസുലയുടെ ശബ്ദം ലേശം മാറി തുടങ്ങിയാണ്. ആ ഗാരേജിൽ പുതുതായിട്ട് ഒത്തിരി സാധനങ്ങൾ വന്നിരിപ്പുണ്ട്. അതിലൊന്ന് ഒരു പ്ലാസ്മ ടിവിയാണ്. വേറെയും കുറേയേറെ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. ദേഷ്യത്തോടെ മൈക്ക് വാലൻസുലയുടെ അടുത്തേക്ക് വന്നിട്ട് വാലൻസുലയുടെ നേരെ വിരൽ ചൂണ്ടി അയാളോട് പറഞ്ഞു, ഏയ് ഫെർണാണ്ടോ, നീ ഒരിക്കലും ലൂയിസ് റൂളിയുടെ ആ ബ്രേസ്ലെറ്റ് അഴിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. മൈക്ക് അത് പറഞ്ഞതും വാലൻസുല ശരിക്കും ദേഷ്യത്തോടുകൂടി മൈക്കിന് നേരെ ചാടി വീണു. മൈക്ക്, നീ എന്തായി പറഞ്ഞത്? നീ വലിയ അച്ചോണേക്കായിരിക്കും, ഞാനും മോശമൊന്നുമല്ല. എന്റെ എത്തിക്സ് കളഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മൈക്കിന് ഒരു ഒറ്റ ഇടി. മൈക്കിന്റെ പുറത്തേക്ക് വാലൻസുല ശക്തമായി ഇടിച്ചതും മൈക്ക് 1-2 സ്റ്റെപ്പ് പുറകോട്ട് ഒന്ന് മറിഞ്ഞു. ശരിക്കും വീഴാൻ പോയ മൈക്ക് ഒന്ന് നേരെ നിവർന്നിട്ട് മുന്നോട്ട് കുതിച്ച് വാലൻസുലയെ ഒരു അറ്റ തള്ളു. മൈക്ക് വീഴാൻ പോകുന്നത് വാലൻസുലയും കണ്ടിരുന്നു. മൈക്കിനെ പിടിക്കാനായി വാലൻസുല മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് വാലൻസുലയെ മൈക്ക് തള്ളുന്നത്. അപ്രതീക്ഷിതമായി ശക്തമായി വാലൻസുലയെ മൈക്ക് തള്ളിയതും വാലൻസുല പുറകോട്ട് മറിഞ്ഞ് നേരെ ചെന്ന് വീണത് ആ പ്ലാസ്മ ടിവിയുടെ കവറിന് മുകളിലേക്കാണ്. വാലൻസുല പ്ലാസ്മ ടിവിയുടെ കവറിന് മുകളിലേക്ക് വീണപ്പോൾ ആ കവറിനകത്ത് ഗ്ലാസുകൾ പൊട്ടുന്ന ശബ്ദം കൃത്യമായി കേൾക്കുക. ടിവിയുടെ മുകളിലേക്ക് വീണ വാലൻസുലയെ പെട്ടെന്ന് മൈക്ക് ഓടി വന്ന് പിടിച്ചെണീപ്പിച്ചു. മൈക്ക് വാലൻസുലയെ പിടിച്ചെണീപ്പിച്ചതും മൈക്കിന്റെ കൈ തട്ടി മാറ്റിയിട്ട് വാലൻസുല ആ ടി വി കവറിലേക്ക് തന്നെ നോക്കുകയാണ്. ആ കവറിനകത്തിരിക്കുന്ന പ്ലാസ്മ ടിവിയുടെ അവസ്ഥയെക്കുറിച്ച് പെട്ടെന്ന് വാലൻസുലയ്ക്ക് സംശയം വന്നതുകൊണ്ടാണ് അയാൾ മൈക്കിന്റെ കൈ തട്ടി മാറ്റിയിട്ട് ആ കവറിലേക്ക് ഒന്ന് പിടിച്ചത്. ആ കവറിലേക്ക് വാലൻസുല നോക്കി നടന്നതും മൈക്ക് അയാളോട് പറഞ്ഞു, ഹേയ് ഫെർണാണ്ടോ, അത് നോക്കിയിട്ട് നീ കാര്യമൊന്നുമില്ല, അത് പോയി. ഏയ് മൈക്ക്, നീ എന്തായി ചെയ്തതറിയാവോ? ഏയ് ഫെർണാണ്ടോ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനാ വന്നത്. നീ അതിന് ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? മൈക്ക്, നീ എന്താ പറഞ്ഞു വരുന്നത്? ഫെർണാണ്ടോ, ഞാൻ നിന്നോട് പറയാം. ഞാനിപ്പോൾ ഒരു കൊലക്കേസിൽ പ്രതിയാണ്. ആ റോൾ ലെവിനെ കൊന്നത് ഞാനാണെന്നാണ് ഡിറ്റക്റ്റീവ്സ് എന്നോട് പറഞ്ഞത്. അവരെ കൊണ്ട് അത് പറയിപ്പിച്ചത് എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ തന്നെ തോക്കാണ്. എൻ്റെ വീട്ടിൽ നിന്നെടുത്ത ആ തോക്കിനാലാണ് ലെവിൻ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് തോക്കെടുത്ത ലൂയിസ് റൂലെ ആ തോക്ക് ലെവിൻ്റെ വീട് വരെ കൊണ്ടുപോയെങ്കിൽ അതിൻ്റെ അർത്ഥം പിന്നെ എന്താണ്? ശരിക്കും വളരെ വ്യക്തമായ ഒരു ചോദ്യവും സംശയവുമാണ് മൈക്കൽ ഹോളർ ഉന്നയിച്ചിരിക്കുന്നത്.
മൈക്കൽ ഹോളറുടെ വീട്ടിനകത്ത് സൂക്ഷിച്ചിരുന്ന ആ തോക്ക് ഒരാളുടെ മരണത്തിനിടയായെങ്കിൽ അത് സ്വാഭാവികമായും മൈക്കൽ ഹോളറുടെ കുറ്റമായിട്ടേ പോലീസ് എടുക്കത്തുള്ളൂ. മൈക്കൽ ഹോളറെ ആ കുടുക്കിൽ കുടുക്കിയത് സാക്ഷാൽ ലൂയിസ് റൂലെയാണ്. ലൂയിസ് റൂലെക്ക് എങ്ങനെ ഫെർണാണ്ടോ വെലൻസുലയുടെ ആ ട്രാക്ക് ഡിവൈസിനെ ഓവർകം ചെയ്തുകൊണ്ട് ലെവിന്റെ വീട്ടിലെത്തി ലെവിനെ കൊല്ലാൻ പറ്റി? അതാണ് മൈക്കിന് മുന്നിലുള്ള സംശയം. മൈക്കിന്റെ ചോദ്യം കേട്ടതും ഫെർണാണ്ടോ ഒരു നിമിഷം മൈക്കിനെ നോക്കിയിട്ട് മൈക്കിനോട് പറഞ്ഞു, നീ പറയുന്ന ലൂയിസ് റൂലെ എനിക്ക് നല്ല പരിചയമുണ്ട്. അയാൾ എൻ്റെ കക്ഷിയാണ്. എൻ്റെ ഓഫീസ് തന്നെയാണ് അവരുടെ കച്ചവടത്തിൻ്റെ എല്ലാ ബോണ്ടുകളും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ ചതിച്ചിട്ട് അവർക്ക് വേണ്ടി നിൽക്കുമെന്ന് നീ പറഞ്ഞല്ലോ, അത് ശരിയായ പറച്ചിലായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? മൈക്കൽ ഹോളറുമായി ഫെർണാണ്ടോ വെലൻസുലയ്ക്കുള്ളത് ബിസിനസ് ബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ്. ആ ബന്ധം നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും മൈക്കിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഇടപാട് വെലൻസുല ചെയ്യില്ലെന്നാണ് വെലൻസുല പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് കേട്ടപ്പോൾ മൈക്ക് വെലൻസുലയോട് പറഞ്ഞു, ഏയ് ഫെർണാണ്ടോ, അത് വിട്ടേക്ക്. എന്തായാലും നീ ലൂയിസിനെ ഒന്ന് ട്രാക്ക് ചെയ്യും. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഈ രാത്രി ഇനി ഇവിടെ സംസാരിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ നിന്റെ ആ ടി വിക്ക് എന്തെങ്കിലും കേടുപറ്റിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവാങ്ങാൻ ഞാൻ നിന്നെ സഹായിക്കാം. മൈക്കും വലൻസുലയും കൂടി ഉണ്ടായ ഉരസലിലാണല്ലോ ആ ടി വി പൊട്ടിയിരിക്കുന്നത്. ആ പൊട്ടിയ ടി വി വാങ്ങാനുള്ള പണം വലൻസുല മുഴുവനായി മുടക്കണ്ട, കുറച്ച് മൈക്ക് കൊടുക്കാമെന്നാണ് മൈക്ക് പറഞ്ഞു വരുന്നത്. അത് കേട്ടതും വലൻസുല പറഞ്ഞു, ഏഹേ അതൊന്നും വേണ്ട, ഈ കവറ് ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഞാനിത് ഒട്ടിച്ച് തിരിച്ചവർക്കം കൊടുക്കും, അവരെനിക്ക് മടക്കി തരും. ഓഹോ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ ജാമ്യ പേപ്പറോട് തയ്യാറാക്കിക്കോ, ഞാനെല്ലാം റെഡിയാക്കാം, നിന്നെ എന്തായാലും ജയിലിൽ നിന്ന് എനിക്ക് ഇറക്കേണ്ടി വരുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മൈക്ക് അയാളുടെ കാറിന് നേരെ നടക്കുകയാണ്. നടന്നു പോകുന്ന മൈക്കിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് വലൻസുല. കാറിലേക്ക് കയറിയ മൈക്ക് അധിക സമയം കഴിയുമ്പോൾ അവൻ്റെ വീട്ടിൽ മടങ്ങിയെത്തി. വീട്ടിൽ മൈക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം രാത്രി 11 കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വീട്ടിൽ ഫോൺ വിളിച്ചു. വാലൻസുല തന്നെയായിരിക്കും തന്നെ വിളിക്കുന്നത് കരുതി മൈക്ക് ഓടി വന്ന് ഫോൺ എടുക്കുമ്പോൾ ഫോണിൽ മാഗി മക്ഫേഴ്സനാണ്. മാഗി, എന്താ ഈ രാത്രിയിൽ? മൈക്ക്, ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ മൈക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, അതാ ഞാൻ വീണ്ടും വിളിച്ചത്. മാഗി, അതുപോട്ടെ, എന്താ രാത്രി വിളിക്കാൻ കാര്യം? മോൾ ഉറങ്ങിയോ? ആ മോൾ ഉറങ്ങി, മോൾ ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മൈക്ക്, കോടതിക്കകത്തുനിന്ന് ഞാൻ ചില വിവരങ്ങളൊക്കെ കേട്ടു. മൈക്ക്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാഗി, ആ ലെവിന്റെ കൊലപാതകവുമായി ബന്ധിപ്പിച്ച് പോലീസിന് എന്നെയാണ് സംശയം. അവര് വീടും ഓഫീസും കാറും ഒക്കെ സെർച്ച് ചെയ്യാനുള്ള വാറണ്ട് വാങ്ങിച്ചിരിക്കുകയാണ്. മൈക്ക്, അതെങ്ങനെയാ സംഭവിക്കുന്നത്? മാഗി, ആരൊക്കെയോ ഒരു കളി കളിക്കുകയാണ്, അതിൽ എൻ്റെ ഒരു കക്ഷിയും പങ്കാളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. മൈക്ക് പറയുന്നത് ആ ലൂയിസ് റൂലെ ഇതിൽ ഇടപെട്ടു എന്നാണ്. മാഗി, എനിക്ക് മാഗിയോട് ആ കാര്യം പറയാൻ പറ്റില്ല. മാഗി പ്രോസിക്യൂഷന്റെ ഭാഗമാണ്. ലൂയിസ് റൂലെയെ ജയിലടയ്ക്കാനുള്ള കേസ് നടത്തുന്ന അതേ അറ്റോർണിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സാക്ഷാൽ മാഗി മക്ഫേഴ്സൺ. അതുകൊണ്ട് തന്നെ മാഗി മക്ഫേഴ്സണോട് ലൂയിസ് റൂലെക്കെതിരായി ഒരു സ്റ്റേറ്റ്മെന്റ് നൽകാൻ ഒരിക്കലും മൈക്കൽ ഹോളർക്ക് പറ്റത്തില്ല. മൈക്കൽ അത് പറഞ്ഞതും മാഗി മൈക്കലിനോട് പറഞ്ഞു, ഓക്കെ മൈക്ക്, എനിക്കത് മനസ്സിലാവും, പക്ഷേ ബി കെയർഫുൾ. ശരിക്കും സങ്കടത്തോടു കൂടിയാണ് മാഗി അന്ന് ഫോൺ വെക്കുന്നത്. പിറ്റേന്ന് വിചാരണയുടെ 2ാം ദിവസമാണ്. മൈക്കൽ ഹോളറും ജോൺ മിന്റനും 8:30 മണി കഴിഞ്ഞപ്പോഴേ കോടതിയിൽ ഹാജരായി. 9 മണിക്ക് തന്നെ വിചാരണ ആരംഭിക്കുമെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. അവർ രണ്ടുപേരും കോടതിക്കുള്ളിലേക്ക് അടക്കുമ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ആ സമയത്താണ് ബെഞ്ച് ക്ലർക്ക് അവർ രണ്ടുപേരെയും ജഡ്ജി ചേംബറിലേക്ക് വിളിക്കുന്ന കാര്യം അവരോട് പറഞ്ഞത്. ജോൺ മാർട്ടിനും മൈക്കൽ ഹോളറും ജഡ്ജിയുടെ ചേംബറിലെത്തി. അവിടെ ഫുൾ ബ്രൈറ്റ് അങ്ങനെ റെഡിയായിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഇരുന്നത് ഫുൾ ബ്രൈറ്റ് മിന്റനോട് പറഞ്ഞു, മിസ്റ്റർ മിന്റൺ, സത്യത്തിൽ എനിക്ക് ഇപ്പോൾ സംസാരിക്കാനുള്ളത് മിസ്റ്റർ ഹോളറോടാണ്. മിസ്റ്റർ മിന്റൺ, ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. അങ്ങനെ പറഞ്ഞിട്ട് ഫുൾ ബ്രൈറ്റ് ഹോളറോട് ചോദിച്ചു, മിസ്റ്റർ ഹോളർ, എന്റെ വിചാരണയ്ക്ക് തടസ്സമൊന്നും വരില്ലല്ലേ? ജസ്റ്റിസ് കാനി ഫുൾ ബ്രൈറ്റിന്റെ ആ ചോദ്യം വളരെ ഡയറക്റ്റായ ഒരു ചോദ്യമാണ്. മൈക്കൽ ഹോളർക്കെതിരെയുള്ള വാറണ്ട് ഗ്ലൻസ്റ്റൈനിലെ കോടതിയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇപ്പോൾ കേസ് നടക്കുന്ന കോടതിയിലെ ജഡ്ജ് ഫുൾ ബ്രൈറ്റിന്റെ അനുവാദവും ആവശ്യമുണ്ടായിരുന്നു. കാരണം ഫുൾ ബ്രൈറ്റിന്റെ കോടതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന വക്കീലിന്റെ ഓഫീസും വീടും കാറും ഒക്കെ സെർച്ച് ചെയ്യാനുള്ള ഓർഡർ ആണല്ലോ കിട്ടിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ആ ഡിറ്റക്റ്റീവ്സ് സെബലും അവരുടെ കൂട്ടുകാരനും ജഡ്ജി ഫുൾബ്രൈറ്റിനെ കണ്ട് കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഫുൾബ്രൈറ്റ് ആ ചോദ്യം ചോദിക്കുന്നതെന്ന് ചോദ്യം കേട്ടപ്പോഴേ മൈക്കൽ ഹാളർക്ക് മനസ്സിലായി. ഹാളർ ജസ്റ്റിസ് ഫുൾബ്രൈറ്റിനോട് പറഞ്ഞു, യുവർ ഓണർ, ഞാൻ വാക്ക് തരുന്നു, വിചാരണ ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകും. ഓക്കെ ഹാളർ, അതറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിപ്പിച്ചത്. ശരിക്കും ഈ സമയത്ത് ഷെഡ്മിന്റൺ അമ്പരന്നിരിക്കുകയാണ്. അവൻ എന്താണ് ജഡ്ജിയും ഡിഫൻസ് ലോയർ മൈക്കൽ ഹാളർ തമ്മിൽ സംസാരിച്ചെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടുമില്ല. ജഡ്ജിയുടെ ചേംബറിൽ നിന്ന് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മിന്റൺ മൈക്കൽ ഹാളറോട് ചോദിക്കുകയും ചെയ്തു, അല്ല മിസ്റ്റർ ഹാളർ, എന്താ അവർ ചോദിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ വിചാരണ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ അവർക്കൊരു ആകാംക്ഷ കാണും. ശരിക്കും അവർക്ക് ടൈറ്റ് ഷെഡ്യൂൾ ആണല്ലോ. ജഡ്ജി ഫുൾബ്രൈറ്റിന്റെ ആ മാസത്തെയും അടുത്ത മാസത്തെയും ഒക്കെ വർക്കിംഗ് ഷെഡ്യൂൾ ഓൾറെഡി ഡിസൈൻഡ് ആണ്. ആ ഷെഡ്യൂളിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്ന് അറിയാനാണ് യഥാർത്ഥത്തിൽ ഫുൾബ്രൈറ്റ് നേരത്തെ മൈക്കലിനെ അകത്തോട്ട് വിളിപ്പിച്ചത്. ആ വിചാരണ മൈക്കൽ പിന്മാറിയാൽ സ്വാഭാവികമായും തടസ്സപ്പെടും. പിന്നെ വേറെ ജൂറിയെ കണ്ടുപിടിക്കണം, വേറെ വക്കീലിനെ കണ്ടുപിടിക്കണം, ഒക്കെ തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് ആ വിചാരണ എപ്പോൾ തുടങ്ങാൻ പറ്റുമെന്ന് ഫുൾബ്രൈറ്റിന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫുൾബ്രൈറ്റ് മൈക്കലിനെ അകത്തേക്ക് വിളിച്ച് മൈക്കലിന്റെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് വാങ്ങിച്ചത്. ആ ഭാഗം മൈക്കൽ മിന്റനോട് പറഞ്ഞതുമില്ല. അവർ രണ്ടുപേരും അവരുടെ സീറ്റുകളിലേക്ക് മടങ്ങി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ജഡ്ജി കോടതിയിലേക്ക് വന്നു. വിചാരണ ആരംഭിച്ചു. അന്ന് ടോഡ് മിന്റൺ അയാളുടെ പ്രധാനപ്പെട്ട സാക്ഷികളെ രംഗത്ത് കൊണ്ടുവരുന്ന ദിവസമാണ്. ആദ്യം അയാൾ അവതരിപ്പിച്ചത് മാർട്ടിൻ ബുക്കറെയാണ്. മാർട്ടിൻ ബുക്കറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഏതൊരു ക്രൈം കേസ് കോടതിയിൽ എത്തുമ്പോഴും ആ കേസിലെ ഏറ്റവും നിർണായകമായ വിചാരണ നടക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുന്ന സമയത്താണ്. വാദിഭാഗവും പ്രതിഭാഗവും അന്വേഷണ ഉദ്യോഗസ്ഥനെ ശരിക്കും ക്രോസ് ചെയ്യും. അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതുന്ന കഥയാണ് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ കേസുകളും. ആ കഥ എഴുതാൻ അയാൾ ഒരുപാട് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടാവും. ആ തെളിവുകളുമായി ബന്ധപ്പെട്ട സാക്ഷി വിസ്താരമായിരിക്കും അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ നടന്നിരിക്കുക. ആ സാക്ഷി വിസ്താരത്തിന് എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കോടതിയിൽ അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന കഥ കളവാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഡിഫൻസിനാണ്. അത് ശരിയാണെന്നും സത്യമാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷനുമാണ്. പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിൽ ശരിക്കും ഒരു നല്ല റാപ്പോ ആ ഭാഗത്ത് ആവശ്യമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ മാർട്ടിൻ ബുക്കർ സാക്ഷിക്കൂട്ടിലേക്ക് കയറിയതും പബ്ലിക് പ്രോസിക്യൂട്ടർ ടോഡ് മിന്റൺ അയാളെ വിസ്തരിച്ചു തുടങ്ങി. മിന്റന്റെ ചോദ്യങ്ങൾക്കനുസരിച്ച് ബുക്കർ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ വളരെ വ്യക്തമായി അവിടെ അവതരിപ്പിച്ചു. ബുക്കർ പറഞ്ഞ കഥയും കേസിലെ ചാർജ് ഷീറ്റും ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. കഥ പൂർണ്ണമായും ബുക്കർ അവതരിപ്പിച്ചു കഴിഞ്ഞതും മിന്റൺ ബുക്കറോട് ചോദിച്ചു, മിസ്റ്റർ മാർട്ടിൻ ബുക്കർ, നിങ്ങൾക്ക് ഈ പ്രതിയെ കൂടാതെ വേറെ ആരെങ്കിലും സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടായോ? പ്രതി ലൂയിസ് റൂലെ അല്ലാതെ വേറെ ആളെയും ഞങ്ങൾക്ക് സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലെങ്കിലും മറ്റൊരാളെ കുറിച്ച് ഞങ്ങൾ തിരക്കിയിരുന്നു. ആരാണ് അയാൾ? അയാൾ ചാൾസ് ടൂൾബിറ്റ് ആണ്. ചാൾസിനെ കുറിച്ച് തിരക്കിയപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടിയത്? ചാൾസിനെ കുറിച്ച് ഞാൻ തിരക്കിയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അയാൾക്ക് ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല. ഇടങ്കയ്യനായ ചാൾസ് ടൂൾബിറ്റ് ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം 5 മിനിറ്റ് മുമ്പ് അവിടെ റെജീന ക്യാമ്പോയുടെ വസതിയിൽ എത്തിയിരുന്നു എന്നുള്ളത് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ചാൾസിനെ ടോഡ് മിന്റൺ വിസ്തരിച്ചപ്പോഴും അയാളെ മൈക്ക് ക്രോസ് ചെയ്തപ്പോഴും ആ കാര്യം ഒരിക്കൽ കൂടി ഉറപ്പാക്കിയതാണ്. ആ ചാൾസിന് റെജീന ക്യാമ്പോയുടെ മുഖത്ത് കാണുന്ന പരിക്കുകളുമായി ഒരു ബന്ധവുമില്ല എന്ന് മാർട്ടിൻ ബുക്കർ തീർത്തു പറഞ്ഞപ്പോൾ ടോഡ് മിന്റൺ അയാളുടെ വിസ്താരം അവസാനിപ്പിച്ചു. ടോഡ് മിന്റൺ വിസ്താരം അവസാനിപ്പിച്ചതും മൈക്കൽ ഹാളർ ക്രോസ് വിസ്താരം ആരംഭിച്ചു. മിസ്റ്റർ ബുക്കർ, നിങ്ങൾ ഈ ചാൾസ് ടൂൾബിറ്റിനെ കുറിച്ച് എപ്പോഴാണ് അറിഞ്ഞത്? അത് പ്രോസിക്യൂട്ടർ പറഞ്ഞാ അറിഞ്ഞത്. ഓക്കെ, പ്രോസിക്യൂട്ടർ അറിഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു. ആ പ്രോസിക്യൂട്ടർക്ക് നിങ്ങൾ തന്നെ ഒരു CD കൊടുത്തുവെന്നും ആ CD-യിൽ ചാൾസ് ഉണ്ടെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് തിരക്കിയത്. ആ കോടതിക്കുള്ളിൽ അത്തരം ഒരു CD-യെ കുറിച്ചുള്ള ചർച്ച ആദ്യമായിട്ട് കടന്നു വരികയാണ്. ആ സമയത്ത് വേണമെങ്കിൽ മൈക്കൽ ഹാളർക്ക് ആ CD അവിടെ പ്രദർശിപ്പിക്കാം. പക്ഷെ മൈക്കലിന് അറിയാം CD പ്രദർശിപ്പിക്കാൻ പറ്റിയ സമയം ആയിട്ടില്ല. മൈക്കൽ ബുക്കറോട് ചോദിച്ചു, മിസ്റ്റർ ബുക്കർ, ഈ ചാൾസ് ഒരു ഇടംകൈയിനാണെന്നുള്ള കാര്യം അറിയാവൂ? അതറിയാം. ഒരു ഇടംകൈകാരന്റെ ഒരു ഇടംകൈ കൊണ്ടുള്ള ഇടിയേറ്റാണ് നിങ്ങളുടെ കക്ഷി റെജീന ക്യാമ്പോയ്ക്ക് പരിക്ക് പറ്റിയതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെനിക്കറിയത്തില്ല. അവരുടെ വലതു ഭാഗത്താണ് ഇടിയേറ്റെന്ന് എനിക്കറിയാം. ആ വലതു ഭാഗത്തുള്ള പരിക്കുകൾ പറ്റാൻ സാധ്യത ഒരു ഇടംകൈയൻ ഇടിക്കുമ്പോഴല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് തീർച്ചയില്ല. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടാണ് അയാളെ കുറിച്ച് കൂടുതൽ തിരക്കാത്തത്? അതിന്റെ ആവശ്യം ഉണ്ടായില്ല. ഞാൻ ക്രൈം സ്പോട്ടിൽ എത്തുമ്പോൾ അവിടെ എന്റെ കക്ഷിയെ ആക്രമിച്ച വ്യക്തി പിടിക്കപ്പെട്ട നിലയിൽ അവിടെ ഉണ്ടായിരുന്നു. ബീറ്റ് പോലീസുകാർ അദ്ദേഹത്തെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ട ഒരു കാര്യം എനിക്കുണ്ടായില്ല. മിസ്റ്റർ ബുക്കർ,
ആ ബീറ്റ് പോലീസുകാർ എന്റെ കക്ഷി നിങ്ങളുടെ കക്ഷിയെ ആക്രമിക്കുന്നത് കണ്ടായിരുന്നു? ഇല്ല, അവരെ കണ്ടിട്ടില്ല. മിസ് റെജീന ക്യാമ്പോ പറഞ്ഞ അറിവേ അവർക്കുള്ളൂ. നിങ്ങൾക്കോ? എനിക്കും അതേ ഉള്ളൂ. അതായത് റെജീന ക്യാമ്പോ പറഞ്ഞ അറിവ് വെച്ചാണ് നിങ്ങൾ ലൂയിസ് റൂലയെ പ്രതിയാക്കി ചിത്രീകരിക്കുന്നത് അല്ലേ? അത് മാത്രമല്ല, ഈ ലൂയിസിന്റെ പേരെഴുതിയ കത്തി ഉണ്ടായിരുന്നു, പിന്നെ തുണിയും രക്തമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ മാർട്ടിൻ ബുക്കർ, പ്ലീസ് കൂൾ ഡൗൺ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾ റെജീന ക്യാമ്പോയുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിരുന്നു അല്ലെ? അതെ, ഞാൻ ഫോട്ടോ എടുത്തിരുന്നു. വിക്ടിം ആണല്ലോ, സ്വാഭാവികമായിട്ട് ഫോട്ടോ എടുക്കണം. ഓക്കെ, വിക്ടിമിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ എന്തുകൊണ്ടാ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ലൂയിസിന്റെ ഫോട്ടോ എടുക്കാതിരുന്നത്? അല്ല, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മാർട്ടിൻ ബുക്കർ അങ്ങനെ പറഞ്ഞതും മൈക്കൽ ഹോളർ ബുക്കറോട് ചോദിച്ചു, മിസ്റ്റർ ബുക്കർ, നിങ്ങൾ ലൂയിസ് റൂലയുടെ കയ്യിൽ രക്തം പറ്റിയിരിക്കുന്നത് കണ്ടായിരുന്നു? ഇല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. പ്രതിയുടെ കൈവശം കത്തിയിരിക്കുന്നത് കണ്ടായിരുന്നു? ഇല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പ്രതിക്കെതിരെ പറഞ്ഞ 2 തെളിവുകളും പ്രതിയുടെ കയ്യിൽ നിന്നല്ല നിങ്ങൾക്ക് കിട്ടിയതല്ലേ? അല്ല, അത് ഞാൻ ചെല്ലുമ്പോ ഒരു കവറിലിട്ട് പട്രോളിംഗ് ഓഫീസേഴ്സ് എനിക്ക് നൽകിയായിരുന്നു. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് റെജീന ക്യാമ്പോ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ലൂയിസ് റൂലയെ കുറ്റവാളിയായി കണ്ടു എന്നാണ്. അതങ്ങനെയല്ലേ? അതെ, അതെങ്ങനെയാണ്? അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ലൂയിസ് റൂലയാണ് കുറ്റം ചെയ്ത് തെളിയിക്കാനുള്ള ഒരു കാരണവും കയ്യിലില്ല അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കത്തി അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്നാണ് ചോദ്യം. അല്ല, ഇരയായിട്ടുള്ള പെൺകുട്ടി തന്നെ പറഞ്ഞല്ലോ. ഓക്കെ ബുക്കർ, ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇവിടെ വാദിയും ഇരയും ഒരാളാണ്. അവർ പറയുന്നു അവരെ ലൂയിസ് റൂലെ ആക്രമിച്ചു. അതിന് ദൃക്സാക്ഷികൾ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, ദൃക്സാക്ഷികളൊന്നുമില്ല, സാക്ഷികൾ ആരുമില്ല. അപ്പോ വാദി പറയുന്ന അനുസരിച്ച് നിങ്ങൾ ഒരു കേസ് ഉണ്ടാക്കിയായിരുന്നു അല്ലേ? ഇത് കൊള്ളാമല്ലോ മിസ്റ്റർ ബുക്കർ. ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കുന്നത്? ശരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥനായ മാർട്ടിൻ ബുക്കറെ ഏതാണ്ട് കോർണർ ചെയ്യുകയാണ് ഇവിടെ മൈക്കൽ ഹോളർ. വാദിയായ റെജീന ക്യാമ്പോ പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അയാൾ ഒരു കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. റെജീന ക്യാമ്പോ പറഞ്ഞ കഥ വാസ്തവമാണോ എന്ന് അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ മാർട്ടിൻ ബുക്കർ ശ്രമിച്ചിട്ടില്ല എന്ന് ഏതാണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാ ജൂറി അംഗങ്ങൾക്കും ഒരുപോലെ ബോധ്യമായ നിമിഷം. ഈ നിമിഷത്തിൽ മൈക്കൽ ഹോളർക്ക് ഒരു കാഴ്ച കൂടി കാണാം. ടോൺ മിന്റൺ എന്നിട്ട് തലകുനിച്ച് ഡെസ്കിലേക്ക് ഇരിക്കുകയാണ്. അത് കണ്ടതും മൈക്കൽ ഹോളർ ജഡ്ജ് ഫുൾബ്രൈറ്റിനോട് പറഞ്ഞു, യുവർ ഓണർ, പ്രോസിക്യൂഷന്റെ ആ ഇരിപ്പ് തികച്ചും തെറ്റായ സിഗ്നൽ സാക്ഷികളായി എത്തുന്ന ആളുകൾക്ക് നൽകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മൈക്കൽ ഹോളർ പറഞ്ഞതും ഫുൾബ്രൈറ്റ് മിന്റന് നേരെ തിരിഞ്ഞു. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, കോടതിയിൽ നിങ്ങൾ പാലിക്കേണ്ട ചില സാമാന്യ രീതികളുണ്ട്, അതിനെ മറികടക്കാൻ ശ്രമിക്കരുത്. ശരിക്കും സിഗ്നലായിട്ട് പോലും ഒരു സൂചനയും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ സാക്ഷികളിലേക്ക് കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തമായ നയമുണ്ട്. ഇവിടെ മിന്റന്റെ മുഖഭാവം മാറുന്നതും അയാൾ ഡെസ്കിലേക്ക് ചായുന്നതും ഒക്കെ കാണുമ്പോൾ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്ന ആൾക്ക് അയാൾ പറഞ്ഞത് തെറ്റിപ്പോയെന്നൊരു സൂചന ലഭിക്കും. ആ സൂചന അങ്ങനെ പ്രോസിക്യൂഷൻ കൊടുക്കാൻ പാടില്ല എന്നാണ് ജഡ്ജി ഫുൾബ്രൈറ്റ് മിന്റനോട് സൂചിപ്പിച്ചത്. ഫുൾബ്രൈറ്റിന് ആ ഡയലോഗ് അവിടെ ഇടതും വലതും ഇരിക്കുന്ന ആ 12 ജൂറി അംഗങ്ങളുടെ മുഖത്തും ഒരു പുഞ്ചിരി വരും. പ്രോസിക്യൂഷന്റെ പ്രൈം വിറ്റ്നസ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മാർട്ടിൻ ബുക്കർ. മാർട്ടിൻ ബുക്കർ അന്വേഷണം നടത്തിയതിൽ തെറ്റുണ്ടെന്ന് ഒരു സൂചനയാണ് ഡിഫൻസ് അറ്റോർണി മൈക്കൽ ഹോളർ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മൈക്കൽ ഹോളർ ബുക്കറോട് ചോദിച്ചു, മിസ്റ്റർ ബുക്കർ, നിങ്ങൾ ലൂയിസ് റൂലയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. മിസ്റ്റർ ബുക്കർ, നിങ്ങൾ വാദി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ട് അത് രേഖപ്പെടുത്തി അവരുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തു, ഒക്കെ ചെയ്തു. വാദിയുടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി എന്ന് നിങ്ങൾ പറയുന്ന ലൂയിസ് റൂലയോട് അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നുമേ നിങ്ങൾ ചോദിച്ചിട്ടില്ല. ഇത് തികച്ചും അത്ഭുതകരമായിരിക്കുന്നല്ലോ. അതെന്താ നിങ്ങൾ ചോദിക്കാതിരുന്നത്? അല്ല, അന്നത്തെ ദിവസം ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളൂ, പിറ്റേന്ന് ചോദിക്കാന്ന് കരുതി. അത് പക്ഷെ പറ്റിയില്ലേ? അതെന്താ പറ്റാത്ത? അപ്പോഴേക്കും മിസ്റ്റർ ലൂയിസിന് ഒരു ലോയറുടെ സപ്പോർട്ട് കിട്ടി കഴിഞ്ഞിരുന്നു. പിന്നെ ലോയറുടെ സാന്നിധ്യത്തിലല്ലേ ചോദിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കായിരുന്നത്. ലോയർ മൈക്കൽ ഹോളർ ലൂയിസ് റൂലയുടെ കേസ് ഏറ്റെടുത്തത് കൊണ്ടാണ് പിന്നീട് ലൂയിസ് റൂലയെ അയാൾ ചോദ്യം ചെയ്യാത്തതെന്ന് മാർട്ടിൻ ബുക്കർ പറഞ്ഞപ്പോൾ മൈക്കൽ ഹോളർ ബുക്കറോട് പറഞ്ഞു, ഹേയ്, ഒരാള് മറ്റൊരാളെ കുറിച്ച് പരാതി പറഞ്ഞാൽ ആരെ പേരിലാണോ പരാതി വരുന്നത് അയാളോടുകൂടി എന്താണ് സംഭവിച്ചത് ചോദിക്കാന്നുള്ളത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ നിഷേധിക്കുമോ? സ്റ്റേറ്റ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കുന്നത്. വാദിക്കും പ്രതിക്കും ഇടയിൽ നിൽക്കുന്ന കക്ഷിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരിക്കലും വാദിക്കൊപ്പമോ പ്രതിക്കൊപ്പമോ നിൽക്കാൻ പാടില്ല. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും സത്യസന്ധമായ റിപ്പോർട്ട് തയ്യാറാക്കി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടായി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കേസ് നടത്തുക. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വാദിക്കൊപ്പം ആദ്യം മുതലേ നിൽക്കുകയായിരുന്നു. അത് ശരിയാണോ എന്നാണ് ഇപ്പോ മൈക്കൽ ഹാളർ ചോദിച്ചത്. മൈക്കൽ ഹാളറുടെ ചോദ്യം കേട്ടപ്പോൾ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയാതെ മാർട്ടിൻ ബുക്കർ നിശബ്ദമായി നിൽക്കുന്നുണ്ടെന്നും മൈക്കൽ ഹാളർ പിന്നെയും ചോദിച്ചു, മിസ്റ്റർ ബുക്കർ, മറുപടി പറയൂ. മൈക്ക് വീണ്ടും ചോദിച്ചിട്ടും മാർട്ടിൻ ബുക്കർ മറുപടി പറയാതെ വന്നതും ജഡ്ജ് ഫുൾബ്രൈറ്റ് ഇടപെട്ടു. മിസ്റ്റർ ഡിറ്റക്റ്റീവ്, ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. അങ്ങനെ
ജഡ്ജ് ഫുൾബ്രൈറ്റ് പറഞ്ഞതും മാർട്ടിൻ മൈക്കിനോട് ചോദിച്ചു, അല്ല ചോദ്യം ഒന്നുകൂടെ പറയാവോ? മിസ്റ്റർ മാർട്ടിൻ ബുക്കർ, നിങ്ങൾ സ്റ്റേറ്റിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾക്കൊരു പരാതി ലഭിക്കുമ്പോൾ ആ പരാതിയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ പരാതി നൽകിയ ആൾ പറഞ്ഞത് മുഴുവൻ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ ഫയല് ക്ലോസ് ചെയ്തു. ആരെക്കുറിച്ചാണോ പരാതി പറഞ്ഞത് അയാളോട് സംസാരിക്കാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾ ഒരു ഭാഗത്തേക്ക് മാത്രം പക്ഷം പിടിച്ചത് ഒരു ശരിയായ സമീപനമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കിയാണ് ഇപ്രാവശ്യം മൈക്കൽ ഹോളർ ആ ചോദ്യം ചോദിച്ചത്. സമീപനം ശരിയായിരുന്നു എന്ന് മാർട്ടിൻ ബുക്കർ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളുടെ മുന്നിലെത്തുന്ന കേസിൽ പരാതി പറയുന്ന ആളുകളുടെ ഭാഗം മാത്രമേ അയാൾ കേൾക്കൂ എന്നാണ്. സമീപനം ശരിയല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അന്വേഷണം തെറ്റാണെന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാവും. അയാളെ തന്നെ നോക്കിയിരിക്കുന്ന ടോഡ് മിന്റനും ജഡ്ജിയും ജൂറി അംഗങ്ങളും മാർട്ടിൻ ബുക്കർ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർട്ടിൻ ബുക്കർ പറഞ്ഞു, സത്യമായിട്ടും ഞാൻ റെജീന കാംബോ നൽകിയ പരാതി സത്യസന്ധമാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ തിരക്കിയില്ല എന്നുള്ളത് സമ്മതിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ചോദ്യത്തിന് ഒരു കമന്റ് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ മാർട്ടിൻ ബുക്കർ പറഞ്ഞതും മൈക്കൽ ഹോളർ അയാളുടെ ക്രോസ് വിസ്താരം അവസാനിപ്പിച്ചു. ശരിക്കും പ്രോസിക്യൂഷന്റെ നക്ഷത്ര ചിഹ്നപ്പെട്ട ഒരു സാക്ഷിയെ ഇവിടെ മൈക്കൽ ഹോളർ ഏതാണ്ട് മലർത്തി അടിച്ചിരിക്കുകയാണ്. ആ ഒരു ഫീല് സ്വാഭാവികമായിട്ടും ആ കോടതി മുറിയിൽ ഹാജരായിരിക്കുന്ന എല്ലാ ആളുകൾക്കുമുണ്ട്. മൈക്കൽ ഹോളർ അയാളുടെ സീറ്റിലേക്ക് മടങ്ങി എത്തുമ്പോൾ ജഡ്ജ് ഫുൾബ്രൈറ്റ് പറഞ്ഞു, ഓക്കെ, നമുക്കൊരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ശരിക്കും ആ ബ്രേക്ക് സത്യമായിട്ടും ആവശ്യമുള്ളത് ജഡ്ജ് ഫുൾബ്രൈറ്റിന് തന്നെയാണ്. അവർക്ക് നിശ്ചിത ഇടവേളകളിൽ ഒന്ന് പുകച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. ആ കാര്യം ആ കോടതിയിൽ ഹാജരായിരിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖത്തും ഒരു പുഞ്ചിരി വിരിഞ്ഞു. 15 മിനിറ്റ് കഴിയുമ്പോൾ ടോഡ് മാർട്ടിൻ അയാളുടെ ഏറ്റവും വിലപ്പെട്ട സാക്ഷിയെ രംഗത്ത് അവതരിപ്പിക്കാൻ പോവുകയാണ്. സാക്ഷാൽ റെജീന കാംബോയാണ് അടുത്തതായി കോടതിയിലേക്ക് വരാൻ പോകുന്നത്. റെജീന കാംബോയുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ഇതുവരെ ലൈഫിൽ നിന്ന് ലിങ്കൻ ലോയറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.